അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ വലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട സാദിഖുൽ വാഹിദ് ദാരിമി, ഇവിടെ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ പ്രിയപ്പെട്ട നിയാസ് അലി ശിഹാബ് തങ്ങൾ, ഈ മഹത്തായ ദർസിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട റാസി ബാക്കവി, കോയ ഹാജി തുടങ്ങി ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഈ പ്രദേശത്തെ കാരണവന്മാർ, ഈ പരിശുദ്ധമായ ദർസിന് ഉപോത്ബലകമായി ഇവിടെ പ്രവർത്തിക്കുന്ന മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമം ഒരു സൽക്കർമ്മമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ എല്ലാവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഈ പരിശുദ്ധമായ പള്ളിക്കും ദർസിനും മഹല്ലിനുമൊക്കെ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് മരിച്ചുപോയ പലരും ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ തമ്പുരാനെ. നിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാനും മരണം ഖൈറാകുമ്പോൾ കലിമ ചൊല്ലി മരിക്കുവാനുമുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ തമ്പുരാനെ. ജീവിതാന്ത്യം വരെ മാരകമായ രോഗത്തിലൊന്നും പെടാതെ, വലിയ പരീക്ഷണത്തിലൊന്നും അകപ്പെടാതെ സന്തോഷത്തോടെയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട റൂഹി ഫിദാക്ക എന്ന പേരിൽ നമ്മുടെ പള്ളി ദർസുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ദർസിന്റെ ചൈതന്യമായ വിദ്യാർത്ഥികൾ അവരുടെ സമാജത്തിന്റെ കീഴിൽ സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ ഒരു പരിപാടിയിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഒരു പള്ളി ദർസും അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളും ഒരു മഹല്ലത്തിന് എത്രത്തോളം ഉപകരിക്കും, അതിന്റെ ഗുണം എത്രത്തോളമുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അതിന് ചെലുത്താൻ കഴിയുന്ന സ്വാധീനം, മാത്രമല്ല ധർമ്മബോധം തളരുമ്പോൾ അധർമ്മം വളരുന്നതിന്റെ അപകടാവസ്ഥ, ഇതൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സുപ്രധാനമായ വിഷയം. ദർസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയണമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ശോഷണം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ പ്രിയപ്പെട്ട പള്ളി ദർസ്. ആ പള്ളി ദർസിന്റെ ശോഷണത്തിൽ നിന്നും പള്ളി ദർസിനെ സംരക്ഷിക്കാൻ നമ്മൾക്ക് എന്താണ് തടസ്സമെന്ന് ചിന്തിക്കുകയും പഠിക്കുകയും അത് ശരിക്കും നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
ഞാൻ ആമുഖമായി ഓതിവെച്ച പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ച അതിപ്രധാനമായ ഒരു വസ്തുതയുണ്ട്. പടച്ച റബ്ബ് പറഞ്ഞത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യന് ഇൽമ് കൊടുക്കുന്നത് അവന് അള്ളാഹ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നാണ്. ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തിൽ വെച്ച് വലിയ അനുഗ്രഹമാണ് യുഉത്തിൽ ഹിക്മത മൻ യശാ വമൻ യുഉതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. വമൻ യുഉതൽ ഹിക്മത, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യന് ഹിക്മത്ത് നൽകിയാൽ, ഒരു മനുഷ്യൻ അല്ലാഹു ശരിക്കുള്ള ശർഈയായ ഇൽമു നൽകിയാൽ, ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഖൈർ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ലുബ്ബുള്ള ജനങ്ങൾ അഥവാ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളോട് പറയുന്നു, ഉലുൽ അൽബാബ് എന്ന് പറയുന്ന വിഭാഗം, ആ ആളുകൾക്ക് മാത്രമേ ഇത് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയൂ, വേറെയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ലുബ്ബുള്ളവർക്ക് മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ കഴിയൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ തന്നെ നമ്മളിവിടെ വന്നിരിക്കുന്ന ആളുകൾ ഇതിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് വന്നവരാ. നമ്മുടെ മഹലിൽ എത്രയോ ആളുകളുണ്ടല്ലോ. പലർക്കും ഇതിന് വരാൻ കഴിയില്ല. എന്താ കാരണം? അള്ളാഹു തൗഫീക്ക് കൊടുക്കണം. നമ്മളിപ്പോ ഈ വിഷയങ്ങൾ കേൾക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ഹാദറല്ലാത്ത എത്രയോ ആളുകളെ നമ്മുടെ KCR-ലൂടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തങ്ങളിരിപ്പുണ്ടല്ലോ. അവിടെ ധാരാളം ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, ലോകത്തിന്റെ നാനാഭാഗത്തും നമ്മുടെ വിഷ്വൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇതിനൊരു ഭാഗ്യം വേണം. അള്ളാഹു ഈ ഇൽമിന്റെ മേഖലയിലേക്ക് വരാൻ ഉലുൽ അൽബാബിന് മാത്രമേ അവസരം കൊടുക്കൂ, തന്റെ ഇടമുള്ളവർക്ക്. അത് അള്ളൊരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ആയത്ത് പടച്ചറബ് അവതരിപ്പിച്ചപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലം പഠിക്കണം മുതഅല്ലിമീങ്ങളും മറ്റുള്ളവരും. ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഇൽമ് പഠിക്കാൻ പള്ളി ദർസിലേക്ക് പോകാതിരിക്കുന്നത്? ഇവിടെ ഞാൻ വന്നപ്പോൾ സന്തോഷത്തോടു കൂടി ഒരു കാര്യം എനിക്ക് ബോധ്യമായി. നമ്മുടെ കുറച്ച് മുതഅല്ലിമീങ്ങൾ നമ്മുടെ പള്ളിയിൽ താമസിച്ച് നാട്ടുകാർ തന്നെ പഠിക്കുന്നുണ്ട് എന്നവർ. അത് വലിയ സന്തോഷമാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഇത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ഒരു മുദരിസ് തന്റെ കൂടെ കൊണ്ടുവരുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ സ്ഥലം മാറുമ്പോൾ കൊണ്ടുപോകുന്നതിലുപരി നമ്മുടെ നാട്ടിൽ നിന്നു തന്നെ കുറച്ച് കുട്ടികൾ ഇൽമു പഠിക്കുന്നവരായി ഇവിടെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു അന്തസ് വേറെ തന്നെയാണ്. കാരണം അവരെ കൊണ്ടുള്ള ഗുണം നമ്മുടെ മഹല്ലത്തിന് കിട്ടിക്കൊണ്ടിരിക്കും. അവരിവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്ത് ശരിക്ക് ഇതിന്റെ മുന്നിൽ ഒരു ആയത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യം ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നമ്മളൊക്കെ ഇന്ന് ദർസിലേക്ക് കുട്ടികളെ അയക്കാത്തതിന്റെ കാരണം എന്താ? എന്താണ് ദർസിൽ പഠിച്ചൊരു മുഅല്ലിമായിട്ടൊരു മുദരിസായിട്ട് എന്ത് കിട്ടും? എന്തു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നുള്ള ഒരു ചിന്ത എന്ത് കിട്ടും എന്നാണ്. എന്ത് നമുക്ക് നേടാൻ പറ്റുമെന്നേ നമ്മൾ നോക്കുന്നുള്ളൂ. ഈ എന്ത് എന്നതിന്റെ ഉത്തരം നമ്മൾ കാണുന്നത് ഭൗതിക മാത്രമാണ്, പരലോകത്തേക്ക് ചിന്തിക്കാറില്ല. ദുനിയാവിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഏത് മനുഷ്യനും ഇന്ന് ഏത് ഏർപ്പാടിനും പോകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ രംഗത്ത് നമ്മളെ ചിന്ത ഇങ്ങനെയായി വരും എന്നതുകൊണ്ടായിരിക്കാം 15 നൂറ്റാണ്ടോളമായി അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കിയപ്പോൾ തന്നെ പടച്ചറബ് പറഞ്ഞെന്താ? അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, അശ്ശൈത്വാനു യഇദുമുൽ ഫഖർ. ശൈത്താൻ യഇദുക്കും നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. പിശാച് നിങ്ങളെ ശരിക്ക് പേടിപ്പിക്കുന്നു. അൽ ഫഖർ, ദാരിദ്ര്യത്തെ കുറിച്ച്. നിങ്ങൾ പട്ടിണി കിടക്കും കേട്ടോ, പൈസ ഉണ്ടാക്കിയില്ലേ ഒന്നിനും പറ്റൂല കേട്ടോ. വയഅ്മുറുക്കും ബിൽ ഫഹ്ശാ, അല്ലാഹു നിങ്ങളെ എന്താണോ പഠിപ്പിക്കുന്നതിന് നേരെ വിരുദ്ധമായി പിശാച് നിങ്ങളെ തെറ്റ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. പിശാച് നിങ്ങളെ ഭയപ്പെടുത്തുകയും നിങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുകയുമാണ്. ദാരിദ്ര്യത്തെക്കുറിച്ച് നിങ്ങളെ പേടിപ്പിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കുക, കട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, പലിശ വാങ്ങിയിട്ടാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയാലും വേണ്ടില്ല. നിങ്ങളെ പിശാച് പേടിപ്പിച്ചിട്ട് ദുഷ്ടമായ പ്രവർത്തനം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫളലാ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അവനിൽ നിന്നുള്ള ഔദാര്യവും അവന്റെ പാപമോചനവുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അള്ളാഹുവിന്റെ വാഗ്ദാനം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പടച്ചറബിന്റെ മഗ്ഫിറത്താണ്, പടച്ചറബിന്റെ അനുഗ്രഹമാണ്. വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു വിശാലത ചെയ്യുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. വിശാലത ചെയ്യുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഈ ആയത്തിന്റെ ശരിയായ പ്രയോഗം നോക്ക് നിങ്ങൾ. എവിടെ അത് പറഞ്ഞത്? അതിന്റെ ശേഷമാണ് പറഞ്ഞത് യുത്തിൽ ഹിക്മത മൻ യശാ എന്ന ആയത്ത്.
ഇൽമ പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന ആയത്തിന്റെ തൊട്ട് മുമ്പ് പടച്ച റബ്ബ് പറഞ്ഞത് പിശാച് നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും. ആ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കുന്ന പിശാചിനെ പരിചയപ്പെടുത്തിയിട്ടാണ് ആയത്ത് തുടങ്ങുന്നത്. എന്താ കാരണം? പള്ളി ദർസിക്ക് പോയി വെറുതെ 5-6 കൊല്ലം കിതാബ് ഓതിയിട്ട് 10 കൊല്ലം കിതാബ് ഓതിയിട്ട് എന്ത് കിട്ടാനാ? വെറുതെ മുസ്ലിയാരായി നടന്നിട്ട് എന്താ കിട്ടുക? അവന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമുക്ക് പലർക്കും ഉണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടിയാണ് പടച്ച റബ്ബ് പറഞ്ഞത്. പിശാചാണ് നിങ്ങളെ അങ്ങനെ തോന്നിപ്പിക്കുന്നത്. ശൈത്താന്റെ പണിയാണ് ദുന്യാവിൽ ജീവിക്കുമ്പോൾ പൈസ ഉണ്ടാക്കണം തോന്നിപ്പിക്കുക. പൈസ വേണം, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു മനുഷ്യന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് തീരില്ലാതെ എങ്ങനെ ഉണ്ടാവും? ദീനിയായി ഒട്ടും ചിന്തിക്കാത്തൊരു മനുഷ്യന്റെ അവസ്ഥ എന്താ പിന്നെ അവനെ കൊണ്ടുള്ള ഗുണം? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു അവസ്ഥയിൽ ജനങ്ങളെ മുഴുവനാക്കിയ ദീൻ പഠിക്കാൻ ആരാണ്ടാവുക? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിശാചിന്റെ ഉത്ബോധനത്തിൽ നിന്ന് മാറിയിട്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഔദാര്യവും പടച്ചറബിന്റെ മഗ്ഫിറത്തും തേടി നമ്മൾ പോകണം. അപ്പോഴേ ദീനുണ്ടാവുള്ളൂ. ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വശം എന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. മാത്രമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി തങ്ങളെ അനുസ്മരിക്കുന്ന മാസമാണല്ലോ. അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു, തിരുദൂതരുടെ കാലഘട്ടത്തിലുണ്ടായ സംഭവം വിശദീകരിക്കുന്ന ഹദീസിൽ അൻ അനസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം തുർമുദിയാണ് നിവേദനം ചെയ്തത്. ഇമാം തുർമുദി നിവേദനം ചെയ്ത അനസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു ചെറിയ സംഭവമുണ്ട്. ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളും ദർസ് നടത്തുന്നവരും പഠിക്കണം. കാന അഖവാനി അലാ അഹദി റസൂലില്ലാഹ്, അഷ്റഫുൽ ഖൽഖാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ കാന അഖവാനി 2 സഹോദരന്മാർ ജീവിച്ചിരുന്നു. 2 പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരു കുടുംബത്തിലെ ഒരു ഉമ്മാന്റെയും അപ്പാന്റെയും 2 മക്കൾ. വകാന അഹദുഹുമാ യഅ്തി നബിയ്യ, ഒരാൾ എന്നും നബി തങ്ങളുടെ സദസ്സിൽ വരും, ഇൽമ പഠിക്കും. നബി തങ്ങളുടെ അടുത്ത് തന്നെയാണ് അവന്റെ കൂട്ടും കെട്ടും. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ പള്ളിയിൽ വന്നുകൊണ്ട് ഇൽമ പഠിച്ചുകൊണ്ട് അവൻ പള്ളിയിൽ ഇരിക്കും. ഒരു മുതഅല്ലിമായി റസൂലുള്ളാഹിന്റെ ഇൽമ അവൻ പകർത്തിയെടുക്കുന്നതിന് വേണ്ടി പള്ളിയിലുണ്ടാകും. വൽ ആഖറു, രണ്ടാമത്തെ ആളോ യഹ്തരിഫു, അവൻ ശരിക്ക് പണിക്ക് പോകും. അവൻ നേരം വെളുത്താൽ ജോലിക്ക് പോകും, വല്ലതും സമ്പാദിക്കും. ഇവൻ എന്നും സമ്പാദിച്ച് വീട് പുലർത്തുക, മറ്റോനെന്നും പള്ളിയിൽ പോയി ഇൽമ പഠിക്കുക. ഒരാൾ പണിക്ക് പോവുക, ഒരാൾ ഇൽമ പഠിക്കാൻ പോവുക. ഇതിങ്ങനെ തുറന്നു പോയപ്പോൾ ആ സന്ദർഭത്തിലാണ് ഹദീസിൽ പറയുന്നത്, ഫശക്കൽ മുഹ്തരിഫു അഖാഹു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫശക്കൽ മുഹ്തരിഫു, ഈ പണിക്ക് പോകുന്ന സാധു മനുഷ്യൻ ശക്ക പരാതിപ്പെട്ടു, അൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖാഹു, അവന്റെ സഹോദരനെ കുറിച്ച് പരാതിപ്പെട്ടു, നബിയെ ഇവൻ ഇങ്ങനെ നിങ്ങളെ സദസ്സിൽ വന്ന് വെറുതെ ഇരിക്കുകയാണ്. അവൻ നേരം വെളുത്താൽ പള്ളിയിൽ കാണുമെന്ന് പറഞ്ഞ് പോരും നിങ്ങളെ സദസ്സിലിരിക്കും. ഞാൻ എന്നും അധ്വാനിച്ച് വളരെയധികം വിയർപ്പൊഴുക്കി എന്റെ വീട്ടിലേക്ക് ഞാൻ ഭക്ഷണം തേടുകയാണ്. ഇവനാണെങ്കിൽ ആ പ്രവർത്തനത്തിനൊന്നുമില്ലാതെ നേരം വെളുത്താൽ പള്ളിയിലേക്ക് വിടുകയാണ്. എന്താണ് നബിയെ ഇവൻ ഇങ്ങനെ ചെയ്താൽ? ഒരു പണിയും അവൻ എടുക്കുന്നില്ലല്ലോ. ഫഖാല, അപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ലഅല്ലക തുർസഖു ബിഹി. അതൊരു വല്ലാത്ത വാക്കാണ്. ലഅല്ലക തുർസഖു ബിഹി, എടാ നിനക്കും കൂടി പടച്ചറബ് ഭക്ഷണം നൽകുന്നത് ഇവനെ കൊണ്ടായിരിക്കുമടാ. ഇവൻ ഇൽമ പഠിക്കാനിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് പടച്ചറബ് ബറക്കത്ത് തരുന്നത്. ജോലി ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? കിട്ടുന്ന ശമ്പളം നല്ല നിലക്ക് ഉപയോഗിക്കാൻ തൗഫീക്ക് വേണ്ടേ? 10 കിട്ടിയാൽ 15 ചെലവായിട്ട് എന്താ കാര്യം? നിന്റെ തൊഴിലും അതിന്റെ ബറക്കത്തും നിന്റെ ആരോഗ്യമൊക്കെ പടച്ചറബ് നിലനിർത്തുന്നത് നിന്റെ സഹോദരൻ എന്റെ അടുക്കൽ വന്ന് ഇൽമ പഠിക്കുന്നതിന്റെ ബറക്കത്തായിരിക്കും. നീ അങ്ങനെ മനസ്സിലാക്കിക്കോ. നമ്മളെ കുടുംബത്തിനൊരു മുതഅല്ലിമ പള്ളിയിൽ പോയി ഇൽമ പഠിക്കുമ്പോൾ കുടുംബത്തിന് തന്നെ ബറക്കത്താണ്, നമ്മുടെ ജോലിയിൽ ബറക്കത്താണ്, ദുന്യാവിലും ആഖിറത്തിലും ആ കുട്ടി നമുക്ക് ഉപകരിക്കുന്ന കുട്ടിയാണ്. കാരണം പള്ളി ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടി ധർമ്മത്തിനെതിരെ അധർമ്മത്തെ ഈ സമൂഹത്തിൽ കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എതിരെ എങ്ങനെയാണ് ധർമ്മം സ്ഥാപിക്കുക എന്നാണ് പഠിക്കുന്നത്. മതബോധം തളരുമ്പോൾ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ദീൻ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് ആ കുട്ടി പഠിക്കുന്നത്. ഇത് നമ്മുടെ കടമയാണ്. അധർമ്മത്തിന്റെ ലോകത്തേക്ക് ധർമ്മമായി കടന്നു വന്ന പ്രവാചകന്മാരോട് പടച്ചറബ് എന്താ പറഞ്ഞത്? അൻ അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ.
ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് സമൂഹത്തെ നിങ്ങൾ നയിക്കണേ. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ജനങ്ങളെ നയിക്കണേ. ആ നയിക്കാൻ അല്ലാഹു ചുമതലപ്പെടുത്തപ്പെട്ട പടച്ചറപ്പിന്റെ ഖലീഫമാരാണ് നമ്മൾ. അല്ലാഹു ഭൂമിയിൽ മനുഷ്യനെ പടച്ചപ്പ പറഞ്ഞ വാചകമുണ്ടല്ലോ, ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. അതേ വാചകൻ നബി തങ്ങൾ പറയുന്നു, റഹ്മത്തുള്ളാഹി അലാ ഖുലഫാഇ. ശ്രദ്ധിക്കണം നിങ്ങൾ ഹദീസ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നു, റഹ്മത്തുള്ളാഹി അലാ ഖുലഫാഇ. എന്റെ ഖുലഫാഇന്റെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, അല്ലാഹുവിന്റെ അനുഗ്രഹമുണ്ടാവട്ടെ, കരുണയുണ്ടാവട്ടെ. എന്റെ ഖുലഫാക്കളുടെ മേൽ അല്ലാഹുവിന്റെ കരുണയുണ്ടാവട്ടെ. ഈ വാചകൻ നബി തങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് പുണ്യ സ്വഹാബത്ത് ചോദിച്ച ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് ഫഖീല മൻ ഖുലഫാഉക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുദൂതരെ, അങ്ങയുടെ പ്രതിനിധികൾ ആരാണ്? അങ്ങ് പറഞ്ഞ അങ്ങയുടെ ഖുലഫാ ആരാണ് നബിയെ? അങ്ങയുടെ ഖലീഫമാരാരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ ഖാലല്ലദീന യുഹ്യൂന സുന്നതി വയുഅല്ലിമൂനഹ ഇബാദല്ലാഹ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല, നബി തങ്ങൾ പറഞ്ഞു, അല്ലദീന യുഹ്യൂന സുന്നതി, എന്റെ സുന്നത്തുകളെ ശരിക്ക് ഹയാത്താക്കുന്നവർ. ഒരു മുതഅല്ലിമിനെ നോക്ക് നിങ്ങൾ, ആ മുതഅല്ലിമിന്റെ വേഷം നോക്ക് നിങ്ങൾ, ആ മുതഅല്ലിമ പള്ളിയിൽ ചെയ്യുന്ന പ്രവർത്തനം നിരീക്ഷിക്കും നിങ്ങൾ. സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കും, തഹജ്ജുദ് നിസ്കരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട റവാത്തിബ് സുന്നത്തിൽ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്താണെന്ന് കിതാബിലുണ്ട്. നിങ്ങൾ പകൽ നിസ്കരിക്കുന്ന, നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന ഏത് റവാത്തിബിലും പുണ്യപ്പെട്ട ഏറ്റവും റവാത്തിബിലും 1-ാം സ്ഥാനം സുബഹിക്ക് മുമ്പുള്ള റക്അത്തൈനി 2 ആ 2 റക്അത്ത് കുട്ടി നിസ്കരിക്കും. പിന്നെയുള്ള റവാത്തിബ് നിസ്കരിക്കും, വിത്ർ നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും, ഇഅ്തികാഫിരിക്കും, എന്തൊക്കെ ചെയ്യും. ഖാലല്ലദീന യുഹ്യൂന സുന്നതി, എന്റെ ഖുലഫാക്കൾ എന്റെ സുന്നത്ത് ഹയാത്താക്കുന്നവരാണ്. പോരാ, വയുഅല്ലിമൂനഹ ഇബാദല്ലാഹ്, അടിമകൾക്ക് അത് ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരുമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു കൊടുക്കലാണ് മുതഅല്ലിമിന്റെ ഭാവി പ്രവർത്തനം. ഇന്നവൻ സുന്നത്ത് ഹയാത്താക്കുന്നു, നാളെ അവനത് പഠിപ്പിക്കുന്നു ജനങ്ങൾക്ക്. ഈ ആളുകൾ അഥവാ മുഅല്ലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, മുദരിസുമാർ, അവരാണ് എന്റെ ഖലീഫമാർ, അവരാണ് എന്റെ ഖലീഫമാരെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്. ഒന്ന് ചിന്തിക്കണേ, നിങ്ങളൊരു മനുഷ്യനല്ല കൊടുക്കുന്ന നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്താണത്. 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് പടച്ചറബ് നൽകുന്ന നിഅമത്തിൽ പ്രധാനമെന്ന് മഹത്തുക്കൾ എഴുതി. അള്ളാഹുവിന്റെ തിരുദൂതരെന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കൂട്ടിച്ചേർത്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, 4 കാര്യമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടവനാണ്. 1-ാമത്തെ നമ്പർ ഇട്ട് എഴുതിയത് എന്താ? അയ്യകൂന ഔലാദുഹു സുലഹാ, ഓന്റെ മക്കൾ നന്നാവുക. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. ഉമ്മമാരൊക്കെ ശരിക്കും ദ്വാരത്തോളി, നമ്മുടെ മക്കൾ അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. അയ്യക്കൂന ഔലാദുഹു സുലഹാ, മക്കൾ നന്നാവലാണ് ഒരു മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന നിഅമത്തിൽ 1. എന്നാ മക്കൾ നന്നായ ദുന്യാവും കിട്ടി, ആഖിറവും കിട്ടി. ദുന്യാവിൽ എന്താ കിട്ടാ? മക്കൾ നമ്മൾ നോക്കുമല്ലോ. നമുക്കൊരു രോഗം വന്നു, നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു, നമ്മളിപ്പോൾ ഓടിച്ചാടി നടക്കുകയാണ്. ഒരു കപ്പ് വെള്ളം കുട്ടികൾ കൊണ്ടുവന്ന് തരേണ്ട ഒരു കാലം ഉണ്ടാവും. ആ കാലം വരുന്ന സമയത്ത് അത് നമുക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റിയ കുട്ടികൾ, മക്കൾ വേണം. സ്നേഹാണത്. നമുക്ക് വല്ലതും സംഭവിച്ചാൽ നമ്മളെ താങ്ങാൻ മക്കൾ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ പരലോകത്ത് നമ്മൾ ചെന്നാലോ നമുക്ക് ദ്വാരന്നാൽ ഈ മക്കളെ പ്രതിഫലം ഇങ്ങനെ വരികയാണ് കബർക്ക്. ഖബറിലേക്ക് മുറിയാതെ കിട്ടുന്ന ജാരിയായ സദഖയിൽപ്പെട്ട ഒന്നാണ് മക്കൾ. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അപ്പൊ ദുന്യാവും ആഖിറവും ഒരു മനുഷ്യന് കിട്ടുന്ന പ്രഥമ പ്രവർത്തനമാണ് നല്ല കുട്ടിനെ പടച്ചറപ്പ് കൊടുക്കുക. അൽഹംദുലില്ലാഹ്, ഒരു കുട്ടി നന്നായാൽ. 2-ാമത്തേത് അയ്യകൂന ഖുലതാഉഹു സുലഹാ, അവന്റെ കൂട്ടുകെട്ട് നന്നാവുക. ഒരു മനുഷ്യൻ അല്ല നൽകുന്ന ഭാഗ്യത്തിൽ പ്രധാന കൂട്ടുകെട്ട്. കൂട്ടുകാരെന്നായി ശരിക്കും മനസ്സിലായിക്കോളി. ചീത്ത കൂട്ടുകെട്ടിൽ നമ്മൾ പെട്ടാൽ നമ്മൾ നാശാവും. നമ്മുടെ മക്കൾ മോശപ്പെട്ട കൂട്ടുകെട്ടിൽ പോയാൽ മക്കളെ പിന്നെ തിരിച്ചു കിട്ടൂല ദീനിക്ക്. നമുക്കൊരു സ്വഭാവമുണ്ട്, കൂട്ടുകാരന്റെ സ്വഭാവം നമുക്ക് പകരുന്ന മൻ ജാലസ ജാനസ എന്ന. മൻ ജാലസ ജാനസ, അതിന്റെ നേരെ മലയാളം എന്താ? ചാരിയാൽ ചാരിയെന്ന് മണക്കുന്ന. ഏത് ജിൻസിനോട് ചേർന്നോ ആ ജിൻസിൽ പെടുന്നതാണ് അറബിയിൽ അർത്ഥം. അപ്പൊ നമ്മളെ മക്കൾ തെമ്മാടികളെ കൂടെ കൂടിയാൽ അവൻ തെമ്മാടിയാവും. നല്ല രീതിയിൽ സമത്വയുടെ സംഘടനയിലും മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നല്ല മനുഷ്യന്മാരെ കൂടെ നിന്നാൽ ആ നല്ല സ്വഭാവം പകരും ഉസ്താദുമാരെ സ്വഭാവം, നല്ലൊരു സ്വഭാവം. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മുടെ കൂട്ടുകാർ നന്നാവണം. 3-ാമത്തേത് അന്തകൂന സൗജത്തുഹു സ്വാലിഹത്തൻ, അവന്റെ ഭാര്യ നല്ല പെണ്ണാവണം.
കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് നല്ല പെണ്ണാകണം. നമ്മളെ പെണ്ണ് നന്നായില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഇത്ര ടെൻഷൻ വേറൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ കൃത്യമായിട്ട് ഓടുന്നത് എന്തുകൊണ്ടാ? നമ്മളെ ഭാര്യമാര് കൃത്യമായിട്ട് കാര്യങ്ങൾ കണിശമായിട്ട് ചെയ്യണോണ്ടാ. നമ്മളെ ഭാര്യമാര് കണിശമായിട്ട് കാര്യങ്ങളൊക്കെ റെഡിക്ക് കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ടിൽ ഇങ്ങനെ പോകാൻ പറ്റും. അത് ചെയ്യാത്ത, അതറിയാത്ത, അല്ലെങ്കിൽ അത് താല്പര്യമില്ലാത്ത പെണ്ണുങ്ങളാണെങ്കിലോ, അതാണ് ലുക്മാനുൽ ഹക്കീം തങ്ങളോട് ലുക്മാനുൽ ഹക്കീം തങ്ങൾ മകനോട് പറഞ്ഞു, മോനെ, നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് നേരല്ലെങ്കിൽ തുഷീബുക ഖബലൽ മശീബ്, ഈ നിരക്കിണിന് മുമ്പ് എന്നെ നിരപ്പിക്കുന്നു. നല്ല വാക്കാണ്. നിരക്കിണിന് മുമ്പ് എന്നെ നിരപ്പിക്കുന്നു. തല നിരക്കും. ടെൻഷനോട് ടെൻഷനല്ലേ, കാരണം വീട് ശരിയാവാഞ്ഞാല്. പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വെറുതെ മനുഷ്യനെ നിരപ്പിക്കരുത്. നിരക്കിന് മുമ്പ് നിരപ്പിക്കരുത്. ഈ വാക്ക് നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് എറിയണത്. നിങ്ങളെ കുറ്റപ്പെടുത്തൽ. ലുക്മാനുൽ ഹക്കീം തങ്ങൾ തന്റെ മകനോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നെ കുഴപ്പമുണ്ടാക്കണ്ട. പക്ഷേ മനസ്സിലാക്കണം, നല്ല പെണ്ണാണെങ്കിലോ അത്ര സൗകര്യം ഒരു മനുഷ്യന് ദുന്യാവിൽ വേറൊന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന നല്ലൊരു പെൺകുട്ടി, ആക്റ്റീവായ ഒരു പെൺകുട്ടി, ദീനീബോധമുള്ള ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ വന്ന് കയറിയാൽ എന്തൊരു സന്തോഷ. അള്ളാഹു നമ്മളെ ഭാര്യമാരെ സ്വാലിഹത്തുകളിൽ പെടുത്തുമാറാവട്ടെ. വലിയ ഭാഗ്യാണത്. നാലാമത്തെ ഒന്നെന്താ? അയ്യക്കൂന റിസ്ഖുഹു ഫീ ബലദിഹി, അവന്റെ ഭക്ഷണം നാട്ടിൽ തന്നെ ഉണ്ടാവുക എന്നുള്ള. അതെന്താ? ഭക്ഷണം നാട്ടിൽ നിന്ന് വാങ്ങുക എന്നല്ല, ഒരു ജോലി നാട്ടിൽ തന്നെ ഏർപ്പാടുണ്ടാവുക. അവ ഗൾഫിൽ പോയ മോശമാണോ? അല്ല, അത് നാട്ടിലൊന്നും കിട്ടാത്തതുകൊണ്ട് പോണാണ്. നാട്ടിൽ തന്നെ ഒരു ജോലി ഉണ്ടാവലാണ് ഖൈർ. അത് ഭാഗ്യലക്ഷണ. പ്രവാസികൾ നിർഭാഗ്യവാന്മാരല്ല ആണ് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലി, സർക്കാർ ജോലിയോ കച്ചവടമോ കൃഷിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് വരുമാനം നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ ഇടങ്ങേറിന് പോകാൻ നിൽക്കുമല്ലോ. പ്രവാസി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കാണ് പോകുമ്പോഴുള്ള സന്തോഷം ഉണ്ട്. അവിടെ ചെന്നാൽ അവരുടെ ടെൻഷനും ബുദ്ധിമുട്ട് എത്ര. പ്രവാസി ശരിക്കും പ്രയാസിയാണ്. അത് അവനുമായി ബന്ധപ്പെടുമ്പോഴേ മനസ്സിലാവുള്ളൂ. അവൻ ഇടങ്ങാറായിട്ട് പോവാ. നമുക്കിങ്ങനെ അവൻ ഡ്രാഫ്റ്റ് അയക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും. ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരെ ടെൻഷനും പ്രയാസമൊക്കെ അവർക്ക് അറിയുള്ളൂ. പിന്നെ മനുഷ്യ സ്വഭാവം പോയി അങ്ങനെ ശീലിച്ചാൽ പിന്നെ ഇവിടെ നിൽക്കാന്നൂല. പിന്നെ പോക്കോട് പോക്ക് തന്നെ ആയിരിക്കും. അതങ്ങനെയാണ്. അത് അവിടെയുള്ള കൂട്ടുകെട്ടും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇങ്ങനെ പോകാൻ തോന്നും. അതങ്ങനെ യാന്ത്രികമായിട്ട് മനുഷ്യനുണ്ടാവുകയാണ്. അങ്ങനെയല്ലോ. ഇറച്ചിക്കാരന്റെ വീട്ടിൽ പെണ്ണ് ചെന്ന പോലെ അറിയില്ല, വാസന ശരിയായിട്ട് പിന്നെ വാസന ഉണ്ടെങ്കിൽ നിൽക്കാൻ കഴിയുള്ളൂ എന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ ശരിക്കും ചിന്തിക്കണം. 4 കാര്യമാണ് അവിടെ പറഞ്ഞ. ഒരു മനുഷ്യന്റെ നന്മകളിൽ 4 എണ്ണം. 1, മക്കള് നന്നാവുക. 2, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൂട്ടുകാര് നന്നാവുക. 4, ഭാര്യ നന്നാവുക. 3, ഭാര്യ നന്നാവുക. 4, അവന് നാട്ടിൽ തന്നെ നല്ല വരുമാനമുള്ള ഒരു ജോലിയോ ഏർപ്പാടോ ഉണ്ടാവുക. ഇതിൽ തന്നെ ഒന്നാമത് പറഞ്ഞത് എന്താ? മക്കൾ നന്നാല. അത് വളരെ നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാവത്തുൽ ഔലാദി. എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞത്. ചിന്തിക്കണം നിങ്ങൾ. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ, അല്ലാഹു അവന്റെ അടിമകൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് പടച്ചറബ് ഒരുപാട് നിഅമത്തുകൾ കൊടുക്കുന്നുണ്ട്. വഅജല്ലുഹുന്ന നജാവത്തുൽ ഔലാദി, അല്ലാഹ് ചെയ്യുന്ന നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് മക്കൾ നന്നാവലാണ്. അത്ര വലിയ നിഅമത്ത് വേറൊന്നുമില്ല. എത്ര പണമുള്ളവനാണെങ്കിലും എത്ര ധനികനാണെങ്കിലും മക്കൾ ഗുരുത്വം കെട്ടുപോയാൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട്. മക്കൾ അയാളെ പറയിപ്പിച്ചാൽ, മക്കൾ കള്ളുകുടിയന്മാരായാൽ, മക്കൾ തെമ്മാടികളായാൽ ആ സമൂഹത്തിൽ അയാളെ വില പോയി. നമ്മളെ മക്കൾ നമുക്കെതിരാകുന്ന അവസ്ഥ പരലോകത്ത് പോലുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് പള്ളി, ദർസ്, മുദരിസ്, മുഅല്ലിമ് ഇതിന്റെയൊക്കെ പ്രാധാന്യത എത്രത്തോളം ഉണ്ടെന്ന് പഠിക്കണം. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഉദ്ധരണിയുണ്ട്. ഹസൻ റളിയല്ലാഹു തആല അൻഹു ബുദ്ധിമാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മോനാണ്. വിത്തുഗുണം 10 ഗുണമാണ്. ബാപ്പാന്റെ അതേ ഫിലോസഫിയും തത്വശാസ്ത്രവും ഒക്കെ തന്റെ മകനും അറിയാം. മഹാനവറുകൾ ഒരിക്കൽ പറഞ്ഞു, ലൗലൽ ഉലമാഉ ലസ്വാറന്നാസു മിഥലൽ ബഹായിം. ലൗലൽ ഉലമാ, ആലിമീങ്ങളെങ്ങാനും ഇല്ലാത്തൊരു ഗതി വന്നാൽ, ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ നോക്ക് നിങ്ങൾ, അവരില്ലാത്തൊരു ഗതി വന്നാൽ, ലൗലൽ ഉലമാ, ആലിമീങ്ങളില്ലാതെ വന്നാൽ, ലസ്വാറന്നാസു മിഥലൽ ബഹായിം, ജനങ്ങൾ മുഴുവനും എല്ലാ ജനങ്ങളും മൃഗങ്ങളെപ്പോലെയാകും. ആളുകൾ മുഴുവനും മൃഗതുല്യരാകും. മൃഗം അത് ഈ ഭൂമുഖത്തെങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ മനുഷ്യരും ജീവിക്കുന്ന ഗതി വരും. മനുഷ്യരും മൃഗവും ഒരുപോലെയാകും. എന്താണ് അതിന്റെ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു.
എന്തുകൊണ്ടാണ് മനുഷ്യൻ പണ്ഡിതൻ ഇല്ലെങ്കിൽ മൃഗമാകുമെന്ന് പറയാൻ കാരണം അന്നഹും ബിത്തഅലീം, അന്നഹും തീർച്ചയായും പണ്ഡിതന്മാർ ബിത്തഅലീം ഇൽമു പഠിപ്പിച്ചുകൊണ്ട് യുഖ്രിജൂന അന്നാസ ജനങ്ങളെ നയിക്കുന്നു മിൻ ഹദ്ദിൽ ബഹീമതി ഇലാ ഹദ്ദിൽ ഇൻസാനിയ, മിൻ ഹദ്ദിൽ ബഹീമതി ഇലാ ഹദ്ദിൽ ഇൻസാനിയ, മൃഗത്തിന്റെ പരിധിയിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ പരിധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പണ്ഡിതനാണ്. മൃഗവും നമ്മളും രണ്ട് ജീവികളാണ്. പക്ഷേ മൃഗത്തിനെ എങ്ങോട്ടടിച്ചു വിട്ടാലും അത് ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ എവിടെയും കേറും കഴിക്കും. ആരാന്റെ പാടശേഖരമാണോ കൃഷിയാണോ വിളയാണോ നോക്കൂല. ഭോഗിക്കേണ്ട ഘട്ടം വന്നാൽ അത് കയറി ഭോഗിക്കും. ആരാണിതെന്ന് നോക്കൂല, ഇണയായാൽ മതി. എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യന് ചില ചിട്ടയും ചട്ടവുമുണ്ട്. അതെന്താണെന്ന് പഠിപ്പിച്ചിട്ട് ശരിക്കും മനുഷ്യനെ മനുഷ്യനാക്കിയിട്ട് അവനെ സംസ്കാരമുള്ളവനാക്കുന്ന പണി ആരാ ചെയ്യുന്നത്? അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദാണ് ചെയ്യുന്നത്, പണ്ഡിതന്മാരാണ്. അവര് നമ്മളോട് കാണിക്കുന്ന കരുണയെക്കുറിച്ച് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് തങ്ങൾ പറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണേ, യഹ്യ ഇബ്നു മുആദിന്റെ വാചകം വളരെ അത്ഭുതമാണ്. മഹാനായ യഹ്യ ഇബ്നു മുആദ് തങ്ങൾ പറയുന്നു, അൽ ഉലമാഉ അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ മിൻ ആബാഇഹിം വ ഉമ്മഹാതിഹിം. അൽ ഉലമാഉ ആലിമീങ്ങൾ, ആലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ, പള്ളി ദർശനമൊക്കെ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതർ, അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളോട് ഏറ്റവും കരുണ കാണിക്കുന്നത് ആലിമീങ്ങളാണ്. മിൻ ആബാഇഹിം വ ഉമ്മഹാതിഹിം, ഉമ്മാനെക്കാളും ബാപ്പാനെക്കാളും. അത് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? ആലിമീങ്ങൾ കരുണയുള്ളവരാണ് എന്നല്ല പറഞ്ഞത്, അത് നമുക്കറിയാം. പക്ഷെ നമ്മളെ ബാപ്പാനെക്കാളും ഉമ്മാനെക്കാളൊക്കെ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് ആലിമാണെന്നാണ് പറഞ്ഞത്. എന്താണ് ഇതിന്റെ കാരണമെന്ന് യഹ്യ ഇബ്നു മുആദ് തങ്ങൾ പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു, നമുക്കിപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയും. എങ്ങനെ ഇപ്പൊ നമ്മളെ ബാപ്പയും ഉമ്മയും നമുക്ക് ഒരു പണ്ഡിതൻ, ഈ മൂന്ന് സാധനം, മൂന്നും പ്രധാനം തന്നെയാണ്, മൂന്നും പ്രധാനമാണ്. പക്ഷെ ബാപ്പാനെക്കാളും ഉമ്മാനെക്കാളും പരലോകത്ത് നമുക്ക് ഉപകരിക്കവരാന്ന് പറയാൻ കാരണം എന്താ? അതിന്റെ കാരണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ലേ, അന്ന ആബാഅഹും വ ഉമ്മഹാതിഹിം, നമ്മളെ ബാപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ മാതാപിതാക്കൾ, യഹ്ഫളൂനഹും മിൻ നാരി ദുനിയ, ദുന്യാവിലെ അഗ്നിയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കും. ഈ ലോകത്തെ തീയിനെ തൊട്ട് നമ്മളെ കാക്കും, അതുറപ്പാ. എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടി വിളക്കത്തേക്ക് പോകുമ്പോ, വെയിലത്തേക്ക് പോകുമ്പോ, അടുപ്പിന്റെ തീയിലേക്ക് പോകുമ്പോ മാതാവും പിതാവും പിടിച്ചു. ആ കുട്ടിക്ക് പൊള്ളാൻ സമ്മതിക്കൂല, ഒരു തുള്ളി പൊള്ളാൻ സമ്മതിക്കൂല. ലവലേശം ആ കുട്ടിക്ക് പൊള്ളലേൽക്കാനോ അപകടം വരാനോ ബാപ്യമം സംഭവിക്കില്ല, ശരിക്കും നോക്കും. എന്നാൽ വഹും പണ്ഡിതന്മാരോ യഹ്ഫദൂനഹും മിൻ നാരിൽ ആഖിറ, പരലോകത്തെ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷ പകരുന്നതാരാ? പരലോകത്തെ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷ പകരുന്നത് ബാപ്പിയല്ല ഉമ്മയല്ല, പിന്നാരാ? ആ രക്ഷ നമുക്ക് പകരുന്നത് ശരിക്കും നമ്മുടെ ഉമ്മയുമല്ല ഉപ്പയുമല്ല, ഗുരുനാഥനാണ്, പരലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരാണ് എന്ന് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് തങ്ങൾ ശരിയല്ലേ? പരലോകത്തെ തീയിൽ നിന്നും ഒരു ബാപ്പാക്ക് ഒരു മോനെ രക്ഷിക്കാൻ എങ്ങനെ കഴിയുക? ഇൽമില്ലെങ്കിൽ പണ്ഡിതനായ ബാപ്പാക്ക് പറ്റും. ഈ കുട്ടിയുടെ അമലും ഇബാദത്തും ശരിപ്പെടുത്താൻ വിവരമില്ലാത്ത ബാപ്പാക്ക് പറ്റുമോ? പറ്റൂല. കൂടുതൽ ശരഴിയായ ഇൽമില്ലാത്ത ഉമ്മാക്ക് ഈ കുട്ടിക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അവർ കുട്ടിക്ക് ശരിക്കും ശരഈ ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഉസ്താദ് തന്നെ വരണം, അല്ലെങ്കിൽ ബാപ്പയും പണ്ഡിതന്മാരാവണം. അപ്പൊ അതുകൊണ്ട് ഈ പണ്ഡിതന്മാർ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ബാപ്പയും ഉമ്മയും ചെയ്തതിനേക്കാൾ പ്രധാനം എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മേഖല അഥവാ പള്ളി, ദർസ്, ഇൽമ് എന്നൊക്കെ പറയുന്ന മേഖല ശരിക്കും മനസ്സിലാക്കണം. ആ മേഖലയിലേക്ക് നമ്മൾ വരാതിരിക്കുന്നതിന്റെ കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അതുകൊണ്ടൊരു പൈസയും കിട്ടൂല എന്നാണ്. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കിയുള്ളത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടാണെന്ന്. അതാദ്യം തിരുത്തണം നമ്മൾ, ഞാനും നിങ്ങളൊക്കെ തിരുത്തണം. വിദ്യാഭ്യാസം പണമുണ്ടാക്കാനുള്ള ഏർപ്പാടല്ല. കാരണം വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദ്യ നേടി എന്നതുകൊണ്ട് ഒരു മനുഷ്യന് പൈസ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം പൈസയും വിദ്യയും തമ്മിൽ ബന്ധമില്ല. തന്റെ പേരൊന്ന് എഴുതി ചെക്കിൽ ഒപ്പിടാൻ ശരിക്ക് കഴിയാത്ത ആൾക്കാർ, തമ്പിംപ്രശം മാത്രം വെക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ശരിക്ക് പേരെഴുതാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകൾക്ക് കോടികളുടെ ബിസിനസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ. മര്യാദക്ക് 2 അക്ഷരം കൂട്ടി എഴുതാൻ പറ്റാത്ത ആൾക്കാർക്ക് നല്ല നിക്ഷേപമുണ്ടല്ലോ ബാങ്കിൽ. ഡിഗ്രിയും PGയും PhDയും എടുത്തിട്ട് സർട്ടിഫിക്കറ്റും കൊണ്ട് തെണ്ടുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. ഒരു ഉപകാരം അതുകൊണ്ട് കിട്ടാത്ത ആൾക്കാരുണ്ട് എന്ന് കരുതി ഡിഗ്രിക്കാരനും PGക്കാരനും ഈ പൈസക്കാരന്റെ താഴെ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇൽമും സമ്പത്തും തമ്മിലൊരു ബന്ധമല്ല.
ഇൽമുള്ളവന് ഇൽമുണ്ടാവും, സമ്പത്തുള്ളവന് സമ്പത്തുണ്ടാവും. രണ്ടും രണ്ടാണ്. അതാണ് മഹാന്മാര് പറഞ്ഞത്, എത്ര ബുദ്ധിമാന്മാർ, എത്ര നല്ല ബുദ്ധിയുള്ള ആളുകൾ, നല്ല തന്റെ ഇടമുള്ള ആളുകൾ. അഴിയത്ത് മദാഹിബുഹു, അവന്റെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു, ആ മനുഷ്യന്റെ സകല വഴികളും അടഞ്ഞിരിക്കുന്നു. കം ആകിലിൻ അഴിയത്ത് മദാഹിബുഹു വജാഹിലിൻ ജാഹിലിൻ തൽകാഹു മർസൂഖാ. വജാഹിലിൻ, തനിച്ച ജാഹില്, 5 പൈസക്ക് ഗതിയില്ലാത്ത ജാഹിൽ, അവൻ ഒന്നും അറിയില്ല. അവന്റെ നിലവാരം നോക്കിയാൽ 5 പൈസക്ക് ഗതി ഉണ്ടാകാൻ പാടില്ല. പക്ഷെ മർസൂഖ, ഇഷ്ടം പോലെ പൈസയാണ്, റിസ്ക്കാണ്. വിവരമില്ലാത്തവന് വലിയ സമ്പത്തും വിവരമുള്ളവന് ദാരിദ്ര്യവും നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് ഇതിന്റെ കാരണം? അറിയില്ല, പടച്ചറബിന്റെ തീരുമാനമാണ്. ഹാദല്ലദീ തറക്കൽ ഔഹാമഹഇറതൻ വസയ്യറൽ ആലിമൻ നിഹ്രീറ സിന്ദീഖാ. എന്താണ് പറഞ്ഞ വാചകം? ചിന്തിക്കുക. ഹാദല്ലദീ തറക്കൽ ഔഹാമഹഇറതൻ വസയ്യറൽ ആലിമൻ നിഹ്രീറ സിന്ദീഖാ. ബുദ്ധിയുള്ള മനുഷ്യന്മാരെ, ചിന്തയുള്ളവരിത് പരിഭ്രാന്തമാക്കി. പഠിച്ചോനെ, പഠിച്ചിട്ടൊരു ഫലവുമില്ലല്ലോ, 10 പൈസ കിട്ടണമെങ്കിൽ എന്തെങ്കിലും അധ്വാനം തന്നെ മതി. എന്താണ് പള്ളി ദിവസത്തിൽ പോയി കുത്തിയിരുന്ന് പഠിച്ചിട്ട് 5 കൊല്ലം 10 കൊല്ലം ഓതിയിട്ട് എന്താ കാര്യം? വലിയ തലയെക്കെട്ടും കിട്ടി നടക്കാന്നല്ലാതെ പൈസ ഉണ്ടാക്കണമെങ്കിൽ പണി വേറെ തന്നെ നോക്കണം. അതാണ് നല്ല ബുദ്ധിശക്തിയുള്ള മഹാപണ്ഡിതനെ പോലും നിഷേധിയാക്കും, സിന്ദീഖാക്കും. എന്തിനാ വെറുതെ ഇൽമും കൊണ്ട് നടക്കേണ്ട കാര്യം എന്ന് ചിന്തിച്ചു പോകും. ആ തീരുമാനമാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അതിന് ചില പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ മറുപടി എന്താ? വലൗ കാനത്തിൽ അർസാഖു യഅതി അലൽ ഹിജാ ഇദൻ ഹാലകത് മിൻ ജഹ്ലിഹിന്നൽ ബഹായിമു. നല്ല മറുപടിയാണ് പറഞ്ഞത്. വലൗ കാനത്തിൽ അർസാഖു തഅതി അലൽ ഹിജാ, ഈ റിസ്ക് എന്ന് പറയുന്ന സാധനം, പൈസയും പണവും ഭക്ഷണവും അതൊന്നാണ്. വലൗ കാനത്തിൽ അർസാഖു തഅതി, നിങ്ങൾക്ക് പടച്ചറബ് ഭക്ഷണം തരുന്ന അലൽ ഹിജാ, ബുദ്ധിശക്തിന്റെ മാനദണ്ഡം കൊണ്ടാണെങ്കിൽ, ബുദ്ധിശക്തിയുടെ, വിവരത്തിന്റെ, ഡിഗ്രിയുടെ, നിങ്ങളെ ഉയർച്ചയുടെ, വിദ്യാഭ്യാസത്തിന്റെ മാനദണ്ഡം വെച്ചാണ് പടച്ചറബ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എങ്കിൽ ഇദൻഹാലകത് മിൻ ജഹ്ലിഹിന്നൽ ബഹായിമു, വിവരമില്ലാത്ത മൃഗങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാൻ പാടില്ലല്ലോ. ഇതൻ ഹലക്കത്ത് നശിച്ചു പോകണ്ടേ. മിൻ ജഹ്ലിഹിന്ന, വിവരക്കേട് കൊണ്ട്, അൽ ബഹായിമു, മൃഗങ്ങള്. പോത്തിന് പടച്ചോൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പോത്തിന് എന്ത് വിവരമാണുള്ളത്? നമ്മൾ വലിയ ഡിഗ്രിക്കാരനും PG കാരനുമാകുമ്പോൾ പട്ടിണി കിടക്കുന്നുണ്ട്, വിവരമില്ലാത്തതുകൊണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹു ഭൂമുഖത്തെ മനുഷ്യർക്ക് അന്നം കൊടുക്കുന്നത് അറിവ് നോക്കിയിട്ടല്ല, അറിവ് അന്നം തേടാനുള്ള ഏർപ്പാടുമല്ല. അന്നം തേടാൻ പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്, വമാ മിൻ ദഅബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹു. ഭൂമുഖത്തുള്ള ഏതൊരു മനുഷ്യന് റിസ്ക് നമ്മൾ കണക്കാക്കി വെച്ചിട്ടുണ്ട്. വേറൊരായത്തിൽ പടച്ചറബ് പറഞ്ഞു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, അവർക്കുള്ള ജീവിത മാർഗങ്ങൾ നമ്മൾ വീതിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരാൾ പണക്കാരനായാൽ ഞാൻ ആ പണക്കാരനാകാൻ ശ്രമിക്കണ്ട. ഒരാൾ ദരിദ്രനായാൽ ഞാൻ അവന്റെ കട്ടപ്പാട് കാണാതിരിക്കുകയും വേണ്ട. അള്ള തന്നതിൽ സന്തോഷിച്ചുകൊണ്ട് പടച്ചറബിലേക്ക് അടുക്കാൻ വല്ല മാർഗമുണ്ടോ അത് നോക്കണം. അപ്പൊ നമ്മൾ ഈ പൈസക്കും പണത്തിനും വേണ്ടി മാത്രം ഇതിങ്ങനെ കൊണ്ടിറക്കേണ്ട ആവശ്യമില്ല. നല്ല പള്ളി ദർസിൽ ഒരു കുട്ടി പഠിക്കുമ്പോ, ഇതിപ്പോ അവർ ഉണ്ടാക്കിയ ദഅവത്താ. നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത് കൊണ്ട് എത്ര പേർക്ക് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി? പഠിക്കട്ടെ പഠിക്കാതിരിക്കട്ടെ, സന്ദേശം ഒന്ന് ഉയർത്താനെങ്കിലും പറ്റിയല്ലോ. അതാണ് ഈ വേദി കെട്ടിപ്പൊക്കിയ ഇതിന്റെ പ്രവർത്തകർക്കുള്ള ഖൈർ. അല്ലാഹു അവർക്ക് അതിന്റെ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. ഇത് ദഅവത്താണ്. ഇമാം റാസി തങ്ങൾ ദഅവത്തിനെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആന്റെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ എന്താ? ഫഇന്ന ദഅവത ഇലല്ലഹി അക്മലു തുആത്തി വറുസുൽ ഇബാദാത്ത്. വല്ലാത്തൊരു വാക്കാണത്. ഫഇന്ന ദഅവത ഇലൽ ഹഖ്, സത്യത്തിലേക്ക് ഒരു മനുഷ്യനെ വഴി നടത്തുക എന്നത്, സത്യത്തിലേക്ക് ഒരു മനുഷ്യനെ വഴി നടത്തുക എന്നത് അക്മലു തുആത്ത്, അതാണ് ഏറ്റവും വലിയ ആരാധന. നിങ്ങൾ കുറെ നിസ്കരിക്കുന്നതിനേക്കാൾ, കുറെ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ ദീനി ദഅവത്ത് നടത്തി നോക്ക്. ആ ദീനി ദഅവത്താണ് അക്മലു തുആത്ത് വറുസുൽ ഇബാദാത്ത്. ഇബാദത്തിന്റെ തലയും അതാണ്.
നമ്മളെ മുത്തഅല്ലിമീങ്ങൾ നടത്തുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അത് റഅ്സുൽ ഇബാദത്താ. കാരണം അവരാണ് ശരിക്ക് ദീൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ മാതൃകയായിട്ട് ദഅവത്തിന്റെ പ്രവർത്തകർ. അതാണ് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ് പഠിപ്പിച്ചത്. ഒരു മുത്തഅല്ലിം ശരിക്ക് ജീവിച്ച് നല്ല നിലക്ക് ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണിച്ച് പഠിപ്പിച്ചു കൊടുത്ത് നല്ല മാതൃകാ യോഗ്യനായാലോ ലഅൻ യഹ്ദിയല്ലാഹു അസ്സ വജല്ല, അള്ളാഹു യോഗ്യനായ പടച്ചതമ്പുരാൻ നിന്നെ കൊണ്ട് നേർരേഖയിലാക്കിയാൽ അലാ യദൈക റജുലൻ വാഹിദ, ലഅൻ യഹ്ദിയല്ലാഹു അസ്സ വജല്ല അലാ യദൈക റജുലൻ വാഹിദ ഖൈറുൽ ലക മിമ്മാ ത്വലഅത് അലൈഹി ശംസു വഉർബത്, മിമ്മാ ത്വലഅത് അലൈഹി ശംസു വഉർബത്. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന പ്രദേശത്ത് അത് എവിടെയാണെങ്കിലും ശരി, ആ പ്രദേശത്തിന്റെ ഉള്ളിലുള്ളത് മുഴുവൻ നിനക്ക് കിട്ടിയാലും ഇതിന് തുല്യമല്ല മോനെ, നിന്റെ ദഅവത്താണ് പടച്ചറപ്പിങ്കൽ വിലയെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പൊ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ് പറഞ്ഞത്. ആ തത്വം അനുസരിച്ചുകൊണ്ട് തിന്മക്കെതിരെ പൊരുതാൻ, അധർമ്മത്തിനെതിരെ പൊരുതാൻ നമുക്ക് കരുത്തുണ്ടാകണമെങ്കിൽ എന്ത് വേണം? അധർമ്മത്തിനെതിരെ പൊരുതാൻ ഒരു മുഅല്ലിമിനോ മുത്തഅല്ലിമിനോ അല്ലെങ്കിൽ നമുക്കൊക്കെ ശക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ ഉസൂല് മനസ്സിലാക്കിയിട്ട് പെരുമാറണം. എല്ലാത്തിനും ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ടാവും. അടിസ്ഥാന തത്വമില്ലാത്തൊരു സംഗതി ഉണ്ടാവില്ല. അടിസ്ഥാന തത്വം ഏത് വിഷയത്തിലും പ്രധാനമാണ് താനും. അതുകൊണ്ട് തന്നെയാണ് നല്ല പ്രബോധകൻ എങ്ങനെയായിരിക്കണം, നല്ല ദീനി ദഅവത്ത് നടത്തുന്ന ആൾ എങ്ങനെയായിരിക്കണം. ഷെയ്ഖ് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി എന്നൊരു മഹാനുണ്ട്. തസൗഫിന്റെ കിതാബിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് വലിയ പ്രതിപാദ്യമുണ്ട്. ആ മഹാനായ പണ്ഡിതൻ പറയുന്നു, ഉസൂലുന സബഅതു അഷ്യാ, ഞങ്ങളെ ബേസ് 7 കാര്യമാണ്. 7 ബേസാണ് ഞങ്ങൾക്കുള്ളത്. ആ 7 അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രബോധനം നടത്തുന്നത്. ആ 7 കിതാബിൽ ഇങ്ങനെ എണ്ണി 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 വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. എന്താണത്? ഒന്നാമത്തേത് അത്തമസ്സുകു ബി കിതാബില്ലാഹി, അള്ളാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥമാകുന്ന ഫുർഖാനുൽ അലീം മുറുകെ പിടിക്കുക. ഖുർആൻ മുറുകെ പിടിക്കുക, ഖുർആൻ അനുസരിച്ച് മുന്നോട്ട് പോവുക. ഇസ്ലാമിക ശരീഅത്ത് പരിശുദ്ധ ഖുർആനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തേത് അൽ ഇഖ്തിദാഉ ബി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് ശരിക്കും മുറുകെ പിടിക്കുക. നബി തങ്ങളെ സുന്നത്ത് മുറുകെ പിടിക്കാനോ മുറുക്കിന് പിടിച്ചിട്ട് തുറന്നുകൂടി നോക്കണ്ടെന്നല്ല അതിനർത്ഥം. ഖുർആനിലും സുന്നത്തിലും എന്താണ് ഉള്ളത് എന്ന് കൃത്യമായി നോക്കിയിട്ട് പഠിക്കുക. മൂന്നാമത്തേത് അക്ലുൽ ഹലാൽ, ഹലാല് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഹറാമിന്റെ ഒരു അംശം പോലും നമ്മുടെ അടുത്തേക്ക് വരാൻ പാടില്ല. വലിയ ആലിമായിട്ടൊന്നും കാര്യമില്ല. ഹലാലല്ലാത്തത് ഭക്ഷിച്ചാൽ അവന്റെ ഇൽമിന് ഒരു ഫലം ഉണ്ടാവില്ല. അയാൾ പറഞ്ഞത് ജനങ്ങൾ കേൾക്കൂല. ആലിമിന് ജനങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ടാകണമെങ്കിൽ, പ്രബോധകന് ശരിക്കും ജനങ്ങൾ ആ പ്രബോധനം യേശുന്ന അവസ്ഥയിൽ എത്തണമെങ്കിൽ, ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും പ്രബോധകന്റെ ഗുണന്താ, ഒന്ന് ഹലാല് മാത്രമേ ഭക്ഷിക്കാവൂ, ഹറാമുക്ക് പോകാൻ പാടില്ല. 5 പൈസ കിട്ടുമ്പോൾ എവിടുന്നാ നോക്കണം. കണ്ണിയത്ത് ഉസ്താദ് നോക്കുമായിരുന്നു, ബഹുമാനപ്പെട്ട ശംസുലമ നോക്കുമായിരുന്നു. അവരൊക്കെ ശരിക്കും അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളാ. കണ്ണിയത്ത് ഉസ്താദ് ഒരു നയാ പൈസ വരുന്നതും പോകുന്നതും ശരിക്കും ഈ സമൂഹത്തെ പഠിപ്പിച്ചതാ. ഹൗലിൽ വീണ ഒരു ചെറിയ പൈസ 50 പൈസയാണെന്നൊരു കൂട്ടർ പറയുന്നത് കൃത്യ റിവായത്തൊന്നും ശരിയല്ല, എന്താവട്ടെ, ആ 50 പൈസ എടുക്കാൻ വേണ്ടി ഒരാളെ വിളിച്ച് 2 രൂപ കൂലി കൊടുത്ത് എടുപ്പിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. 50 പൈസ എന്തിനാ കൂലി കൊടുത്ത് അവന്ന് നിൽക്കുന്നത്? അത് വിഡിത്തമല്ലേ എന്നുള്ള ചോദ്യത്തിന് ഉസ്താദിന്റെ മറുപടി എന്താ? ആ 50 പൈസ പാഴാക്കിയതിന്റെ ഉത്തരവാദിത്തം പടച്ചവനോട് ഞാൻ പറയേണ്ടി വരുന്നു. അത് പാഴാക്കാൻ പാടില്ല. കൂലി അവന് കൊടുത്താൽ 2 രൂപയ്ക്ക് കൂലി കിട്ടി. നാളെ പടച്ച റബ്ബ് പരലോകത്ത് ചെല്ലുമ്പോൾ സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യം ചോദിക്കും. എന്താ? അവന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, അറിവിനെ കുറിച്ച് ചോദിക്കും, ധനത്തെ കുറിച്ച് ചോദിക്കും, ഒക്കെ ചോദിക്കുമല്ലോ. ഇതൊക്കെ ചോദിക്കും. അവന്റെ ഇൽമിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ ഓരോ ചോദ്യമാണെങ്കിൽ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, മിൻ ഐനക തസബവ ഫീമ അംഫഖ, എവിടുന്നാണ് നിനക്ക് ഈ പൈസ കിട്ടിയത്, എങ്ങോട്ടാണ് ഞാൻ ചെലവാക്കിയെന്ന് ചോദിക്കും. ഇന്ന് ബാങ്കിൽ നിന്ന് ചോദിക്കുന്ന മാതിരി തന്നെ മോഡി ഇടങ്ങാറാക്കിയപ്പോൾ നമ്മൾ അതും കൂടി പഠിക്കണം. നാളെ പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കും, എവിടുന്ന് കിട്ടി പൈസ, എവിടുക്കാ ചെലവാക്കിയത്. അപ്പൊ അതിന് മറുപടി ഞാൻ പറയേണ്ടി വരും എന്ന് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല. അത് ഇട്ടിട്ട് വെറുതെ പോയാൽ 50 പൈസ അവഗണിച്ച കുറ്റുണ്ടാവും. പൈസ വെറുതെ കളയാൻ പാടില്ല. അതാണ് അക്ലുൽ ഹലാൽ. 4-മത്തേത് കഫുൽ അദാ,
ഒരു ബുദ്ധിമുട്ടും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ജനങ്ങൾക്കൊരു പ്രയാസവും മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുണ്ടാക്കാൻ പാടില്ല. ഒരു മുസ്ലിയാർ ഒരു മഹലിൽ നിന്നിട്ട് ആ മഹലിൽ തല്ലുണ്ടാക്കാൻ പാടില്ല. ആ മഹലിൽ ഭിന്നിപ്പിക്കാൻ പാടില്ല. നമ്മൾ ആ മഹലിൽ ഒരു കുഴപ്പത്തിന് കാരണമാകാൻ പാടില്ല. ഒരു തരത്തിലും ജനദ്രോഹ പ്രവർത്തനം ചെയ്യാൻ പാടില്ല. അഞ്ചാമത്തത് ഇജ്തിനാബുൽ ആസാം, തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കുക. നമ്മൾ പ്രബോധകനാ. നമ്മുടെ ഈ ദീനീ പ്രബോധനത്തിൽ നമ്മളെ കയ്യിൽ ഒരു അബദ്ധം വരാൻ പാടില്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അബദ്ധം വന്നാൽ അത് ശത്രു ഉയർത്തിപ്പിടിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു അബദ്ധവും വരാതെ പരമാവധി സൂക്ഷിക്കുക. അയ്ബാകരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ പ്രവർത്തനത്തിൽ ഒരു കുറവ് വന്നാൽ, ഒരു പണ്ഡിതന്റെ അടുത്ത് ഒരു മഹലിന്റെ ഉത്തരവാദിത്തം കൊണ്ട് നടക്കുന്ന ആളത്തെ ഒരു കുറവ് വന്നാൽ പിന്നെ അത് ആകെ ചീത്തപ്പേരാ. ആ കുറവ് വരാതെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ആറാമത്തത് തൗബ. വല്ലതും സംഭവിച്ചാൽ ഉടനെ തൗബ ചെയ്യണം. എന്തെങ്കിലും നമ്മളടുത്ത് പറ്റിപ്പോയാൽ ഉടനെ തൗബ ചെയ്യണം. തൗബ ചെയ്യാൻ കാത്തുക്കരുത്. കാരണം തൗബ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉള്ളൊരു കുഴപ്പമാണത്. നമ്മുടെ കയ്യിൽ സംഭവിച്ച തെറ്റ് അടിയറവ് പടച്ചോനോട് പറയണം. പടച്ചോനെ പറ്റിപ്പോയി എന്നുള്ളൊരു മനസ്സ് വേണം. ആ മനസ്സുണ്ടെങ്കിൽ അതാണ് തൗബ. നദാമത്ത് വേണമെന്ന് പിന്നെയും പറയാൻ കാരണം, നദാമത്തില്ലാതെ തൗബ സ്വീകരിക്കൂല. വെറുതെ കുമ്പസരിച്ചിട്ട് കാര്യമില്ല. എന്റെ പ്രിയ സുഹൃത്തുക്കളാകുന്ന ക്രൈസ്തവ സഹോദരങ്ങളുടെ കുമ്പസാര കഥയിൽ ഒരുപാട് കഥ ഉണ്ട്. അതിൽപ്പെട്ടൊരു കഥ ഒരു ഫാദറിനെ എഴുതി വെച്ചത്. അവരെന്നെ രസകരമായി എഴുതിയിട്ടുണ്ട്. സംഭവമൊക്കെ കുമ്പസാര കഥയിലുണ്ട്. ഞായറാഴ്ച പള്ളിയിൽ പോയി കുമ്പസരിക്കും. തെറ്റ് സമ്മതിക്കാത്ത മനുഷ്യന്റെ സ്വഭാവമാണ് പറയുന്നത്. തെറ്റ് സമ്മതിക്കൂല മനുഷ്യന്മാര്, സമ്മതിക്കാൻ മടിയാണ്. അങ്ങനെ ഒരാൾ അച്ഛന്റെ അടുത്ത് പോയി ഞായറാഴ്ച ചെന്ന് കുമ്പസരിച്ച് ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ അച്ഛന്റെ ലോഹ കുപ്പായുടെ തൂക്കിയിട്ടുണ്ട്. കീശയിൽ പൈസ ഉണ്ട് എന്നപ്പോ അച്ഛന്റെ കീശയിലെ പൈസ കട്ടുപോയി. ഇവൻ കുമ്പസരിച്ച് പോവുക. കട്ടുപോയി എന്ന് മാത്രമല്ല, പിറ്റത്താഴ്ച പിന്നെയും വന്ന് കുമ്പസരിക്കണം. പിറ്റത്താഴ്ച വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനിങ്ങനെ ഒരാളെ കീശയെന്ന് കുറച്ച് പൈസ കട്ടെടുത്തിട്ടുണ്ട്, ക്ഷമിക്കണം, പൊറുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ആ പൈസ അവകാശിക്ക് തിരിച്ചു കൊടുക്ക്, എന്നിട്ട് ദൈവത്തോട് നമുക്ക് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പൈസ എടുത്തിട്ട് അച്ഛന്റെ കൈ കൊടുത്ത് അച്ഛൻ എടുത്തോളൂ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് വേണ്ട. അപ്പൊ ഇവൻ ചോദിച്ചു, അച്ഛാ അവകാശിക്ക് ഞാൻ ഈ പൈസ കൊടുക്കുമ്പോൾ അവകാശി വേണ്ടാന്ന് പറഞ്ഞാലോ എന്ന് വെച്ചു. അപ്പൊ നിനക്ക് എടുക്കാൻ മോനെയാറും ഓൻ കീശയിട്ട് പോരും ചെയ്തു. അവകാശി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തോബയാവൂല. അവിടെ തോബയാകണമെങ്കിൽ അത് ശരിക്കതിന്റെ മാനദണ്ഡ പ്രകാരം തന്നെ ചെയ്യണം. അതാ പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിച്ചു. നദാമത്ത് വേണം തോബ ഉണ്ടാവുമ്പോ. അതാണ് ഏഴാമത്തേത് അദാ ഉൽ ഹുഖൂഖ്, ബാധ്യതാബോധം. നമ്മളെ ബാധ്യത നമ്മളൊക്കെ നിർവഹിക്കണം. നമുക്ക് ചില കടമയും കടപ്പാടൊക്കെ ഉണ്ട്. ഇത് ശരിക്കും നിർവഹിച്ച് ഈ 7 ഉസൂലുകളും പാലിച്ച് നല്ലൊരു പണ്ഡിതനായാൽ, നല്ലൊരു പ്രബോധകനായാൽ അയാളെ പടച്ചറബ് പടിപടിയായി ഉയർത്തുന്ന. ഈ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ലെങ്കിലോ പണ്ഡിതന്റെ കോലുണ്ടാവും, നല്ല തലയെക്കെട്ടുണ്ടാവും, നല്ല വസ്ത്രം ഉണ്ടാവും, നല്ല ഉടയാടിനെ കാണാൻ നല്ല കോലുണ്ടാവും. മനുഷ്യന്റെ കോലം ഇതുപോലെ നമ്മൾ സാധാരണ കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കി വെക്കാറുണ്ട് പണ്ട്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, കൃഷിയില്ലല്ലോ. എന്ന പോലെ നല്ല ഉഷാറായിട്ട് തലപ്പാവും താടിയൊക്കെ വെച്ചിട്ടൊരു കോലുണ്ടാവും. എങ്ങനെ? മഹാന്മാര് പറക്ക മസലിത്തിബിലി ഉസ്മഉ മിൻ ബഈദിൻ വബാതിനുഹു മിനൽ ഖൈറാത്തി ഖാലി. എന്താണ് പറഞ്ഞ വാക്ക്? കമസലിത്തിബിലി ഉസ്മഉ മിൻ ബഈദി. കമസലിത്തിബിലി ചെണ്ട പോലെ. യുസ്മഉ മിൻ ബഈദിൻ, ദൂരേക്ക് ഇങ്ങനെ ശബ്ദം കേൾക്കും. വലിയ ആളാന്നുള്ള പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവും. വലിയ കാര്യപ്പെട്ട ആളാ, വലിയ പ്രഭാഷകനാ, അല്ലെങ്കിൽ വലിയ ആളാ, പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവും. എന്നാ ചെണ്ട ആ കുട്ടുമ്പുള്ള ഒച്ച പോലെയാണിത്. ചെണ്ടന് പൊളിച്ചു നോക്ക്. വബാതിനുഹു മിനൽ ഖൈറാത്തി ഖാലി. ഉള്ളു കാലിയ, ഒന്നും ഉണ്ടാവില്ല. കോലം മാത്രമേ ഉണ്ടാവുള്ളൂ. കോലവും ശബ്ദവും മാത്രമായാൽ ആവൂല. കോലവും ശബ്ദവും മാത്രമായാൽ ഒന്നും ആവൂല. അത് നൈമിഷികമേ നിലനിൽക്കൂ, അത് നിലനിൽക്കൂല. അതുകൊണ്ട് നമ്മളൊക്കെ ഉസൂല് പാലിച്ചുകൊണ്ട് അടിത്തറയിൽ തന്നെ അടിയിൽ നിന്ന് പൊട്ടിപ്പൊക്കണം. അടിയിൽ നിന്ന് കെട്ടിപ്പൊക്കുന്ന അടിത്തറ, അതാണ് കണ്യത്തുസാന്റെ പ്രസംഗം കേൾക്കാൻ വല്ല കോലം ഉണ്ടായിരുന്നു? കണ്യത്തിനെ കാണാൻ അത്ര വല്ല പ്രൗഢി ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു സാധാരണ ആവറേജ് മനുഷ്യൻ, ഒരു സാധാരണ വാക്കിൽ പ്രസംഗിക്കുന്ന മനുഷ്യൻ, അതിലപ്പുറം ഒന്നും കണ്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആ പേരിന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന ഒരു പാണ്ഡിത്യത്തിന്റെ ഗരിമുണ്ട്. ആ പേര് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആദരവുണ്ട്. അള്ളാഹു ആ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഇതൊരു വലിയ സംഭവമല്ലേ? അതെന്താ? അദ്ദേഹം ജീവിച്ച ആ ഉസൂല്, അടിത്തറ
അത് പാലിച്ച് ജീവിച്ചപ്പോ ജനങ്ങളെ മനസ്സിൽ പടച്ചറപ്പ് മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു മഹത്വം നിക്ഷേപിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ മഹാനുഭാവന്റെ ഒരു മഹത്വം പടച്ചറപ്പ് നിക്ഷേപിച്ചു തന്നിരിക്കുകയാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അല്ലാഹ് തന്ന നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്തായിരുന്നു അത്തരം പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച ഉസൂൽ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. നമ്മള് അപ്പോഴേ അധർമ്മത്തെ ചെറുക്കുവാനും തിന്മകളെ തടയുവാനും നമുക്ക് കഴിയും. ഇന്നിപ്പോ നമ്മുടെ കുട്ടികൾ പള്ളി ദർസ് എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് എന്താ, ഇവിടെ എന്തോ ഭാഗ്യത്തിന് കുറച്ച് കുട്ടികൾ വളരെ മനോഹരമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. അതേസമയത്ത് വേറെ സ്ഥലങ്ങളിലോ എന്താ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? പള്ളി ദർസിൽ ഒറ്റ കുട്ടി നാട്ടുകാർ പോവില്ല, നാട്ടുകാരതിനോട് സഹകരിക്കില്ല. നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ വാട്സപ്പില് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യാൻ എല്ലാ കാര്യം. ബാപ്പാനോടൊക്കെ വന്നിട്ട് ദിവസം വരെ ബാപ്പ ഡാറ്റ തീർന്നു, സ്കൂളിൽ പോകണ കുട്ടിയാ ഡാറ്റ തീർന്നു, ആ ബാപ്പത് സ്കൂളിൽ പഠിക്കണമെന്തോ സാധനം പൈസ കൊടുക്കുക, ഡാറ്റ എന്താന്ന് ഇതപ്പോ വലിയ ചർച്ചയാണ്. പണ്ട് ടൈം ടേബിളിന്റെ പൈസ വാങ്ങിയ കുട്ടികളെന്ന് പറഞ്ഞേക്കാം. ബാപ്പാനെ പറ്റിക്കാനുള്ള വരെ മാർഗം അതൊക്കെ കുറച്ചാലേ നടക്കും. ഇഞ്ഞും പറ്റിക്കാൻ പറ്റില്ല, കാരണം നിങ്ങളല്ലേ വാപ്പയാൻ പോണ്, നിങ്ങൾ ആരെ പറ്റിക്കുക? അപ്പറ്റിക്കലൊക്കെ അടുത്ത കാലത്തെ വരെ നിൽക്കും. അള്ളാഹുവിനെ പറ്റിക്കാൻ തീരെ പറ്റൂല, മനസ്സിലായിക്കോ. ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥാവിശേഷം വളരെ ഗൗരവത്തിലാണ്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കറങ്ങിയിട്ട് ഒരു വൃത്തികേട് നമ്മുടെ സമൂഹം കൊണ്ടു നടക്കുക. നന്മ എന്താന്ന് അവർക്ക് അറിയില്ല. എന്നാൽ നല്ലതിനു വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താൻ ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ പറ്റും. എത്രയോ ഇൽമുകൾ അങ്ങോട്ടും കൊണ്ട് കൈമാറാൻ പറ്റും. ആ ഇൽമുകൾ പഠിക്കാൻ ഒരു മാധ്യമമാക്കി അതിനെ മാറ്റാൻ പറ്റും. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അത്തരമൊരു നല്ല പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ കൗമിന്റെ അടുത്ത് നമ്മൾ കാണുന്നില്ല. എന്താ അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവില്ല. നമുക്ക് അല്ലാഹു നിഅമത്തും സൗകര്യം. ഇപ്പൊ ലോകത്തെ മുസ്ലിമീങ്ങളെ നോക്ക്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ എന്തോ ഒരു സങ്കടത്തിലാണ് അവർ. എന്താ റോഹിംഗ്യ മുസ്ലിങ്ങളുടെ ഗതി? റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ഗതി നമ്മൾ പരിശോധിച്ചാൽ വേദനിച്ചു പോകും. അറുകൊല ചെയ്യപ്പെടുന്ന പാവങ്ങൾ, ആ അറുകൊല ചെയ്യപ്പെടുന്ന പാവങ്ങളുടെ ഗതി എന്താ? തോണിയിലും അവര് ബോട്ടിലും മറ്റൊക്കെ പലായനം നടത്തുമ്പോ ഒരു രാജ്യം അവരെ കരക്കെടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് കടലിൽ തന്നെ പട്ടിണി കിടന്ന് മരിച്ചു വീഴുക. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ മനുഷ്യന്മാർ. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച ബുദ്ധമതത്തിന്റെ അനുയായികൾ, വർദ്ധമാന മഹാവീരനും ബുദ്ധനുമൊക്കെ പഠിപ്പിച്ച ആ തത്വശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ചെയ്യുന്ന പണി എന്താ? മനുഷ്യനെ പച്ചക്ക് വെട്ടിക്കൊല്ലുക. എന്തൊരു സങ്കടമാണ് ഇതൊക്കെ. എന്തിനാ അവരെ കുറ്റം പറയുന്നത്? ബഷാറുൽ അസദ് എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ ഷിയായുടെ തലവൻ ആ നാട്ടിൽ പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊന്ന് കുഴിച്ചുമൂടാൻ തുടങ്ങിയിട്ട് ദിവസത്തിനായി. എത്ര മനുഷ്യന്റെ മക്കളെ ഇറച്ചുകൊണ്ട് അയാൾ പന്താടി, ജീവൻ കൊണ്ട് അയാൾ കൊല വിളിച്ചു. ബഷാറുൽ അസദ് ശരിക്കും പേരിൽ മുസ്ലിമാണല്ലോ. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. എന്താ ഗതി നമുക്ക്? പലസ്തീന്റെ മണ്ണിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. ഇന്നും അവന്റെ ഭൂമി കയ്യേറിയത് പരിധി വിട്ടപ്പോഴാണ് UN പറഞ്ഞത് ഞങ്ങൾ അനുകൂലിക്കൂല. UN വരെ പറയേണ്ടി വന്നു. അമേരിക്ക കോശാന പാടാനും ഇസ്രയേൽ ചെയ്യുന്ന തമ്മാടിത്തത്തിന് അടിവരയിട്ട് കൊടുക്കുവാനും അല്ലാതെ UN ഇന്ന് വരെ നിന്നിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച UN പ്രമേയത്തിൽ അത് എതിർത്തു. എന്താ കാരണം? അത്രമാത്രം ദുൽമ കൂടിയതുകൊണ്ടാ. ദുൽമ പരമാവധി വർദ്ധിക്കുമ്പോൾ ഏത് മനുഷ്യനും ചെറിയൊരു പ്രയാസമൊക്കെ ബുദ്ധിലോന് തോന്നും. ലോകരാഷ്ട്രങ്ങൾ പറഞ്ഞു ഇസ്രയേൽ ചെയ്യുന്ന തമ്മാടിത്തമാണെന്ന് പറഞ്ഞു. ശുദ്ധ ബോഷ്കാണ് അവർ ചെയ്യുന്ന പ്രവർത്തനം. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന നമ്മൾ ആൾക്കാരാ. പടച്ചറപ്പിന്റെ തൗഫീഖോടുകൂടി നമുക്ക് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ, ഒരു ഭീഷണിയുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അസ്വാരസ്യങ്ങളുടെ ഫൈസലിനെ കൊന്നിട്ടില്ലെന്ന് ചോദിക്കും. കൊന്നു, ശരിയാണ്. ഞാൻ പറയുന്നത് അത്തരം സംഭവങ്ങളെ ചെറുതാക്കല്ല ഞാൻ. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രവർത്തനത്തെ അപേക്ഷിച്ച് നമ്മൾ സുരക്ഷിതരാന്ന് ഉറപ്പല്ലേ? ഈ അവസ്ഥ പടച്ചറപ്പ് നിലനിർത്തി തരുമ്പോൾ ചിന്തിക്കണം, ദീനീ ബോധം കുറഞ്ഞാൽ ഇതുണ്ടാവൂല. അള്ളാന്റെ ദീനിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ ഇതുണ്ടാവൂല. ഇവിടെയാണ് നമ്മൾ ദീനിനെ മുറുകെ പിടിക്കേണ്ടതിന്റെ അനിവാര്യത ശരിക്കും പഠിക്കേണ്ടത്. അധർമ്മം വർദ്ധിച്ചാൽ, ധർമ്മം തകർന്നാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഒരു തിരിച്ചുവരവിന് പറ്റൂല. ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം, ഉപ്പമാരും ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് പള്ളി ദർസിന്റെ പ്രത്യേകത, അതിൽ അടിത്തറയാണ്. പള്ളി ദർസ് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അസാസു ഇൽമി ദീനി ദർസു മസാജിദി മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു.
ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫത്തി വതിബാഉ മഖ്ദൂമീനഹും അഅ്ലാമു. ആ പറഞ്ഞ വാചകത്തിൽ പള്ളി ദർസിന്റെ ദൗത്യം മുഴുവനുണ്ട്. വഅസാസു ഇൽമിദ്ദീനി ദർസു മസാജിദി. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ കിടക്കുന്നത് പള്ളി ദർസിലാണ്. പള്ളി ദർസിലാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ബേസ് കിടക്കുന്നത്. മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു. മിൻഹു തഖദ്ദുമു, അതിൽ നിന്നാണ് മനുഷ്യന് പുരോഗതി ഉണ്ടായിട്ടുള്ളത്. വന്നമാ, വളർച്ചയും. വതമാമുൻ, പരിപൂർണതയും. നമ്മുടെ വളർച്ചയും ഉയർച്ചയും പരിപൂർണതയും മുഴുവൻ പള്ളി ദർസിൽ നിന്നാണ്. ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫത്തി വതിബാഉ മഖ്ദൂമീനഹും അഅ്ലാമു. മഹാന്മാരായ അഹ്ലു സുഫയാകുന്ന സ്വഹാബത്തിന്റെ പിന്തുടർച്ച അതിലുണ്ട്, ഇത്തിബാ ഉണ്ട്. ആ സ്വഹാബത്തിൽപ്പെട്ട ആളുകളാണ് 70ഓളം പേര് വരുന്ന അബൂ ഹുറൈറ തങ്ങളടക്കമുള്ള വസ്ത്രം പോലും മതിയായ തരത്തിൽ ധരിക്കാനില്ലാതെ ഔറത്ത് മറക്കാൻ കട്ടപ്പെട്ട് നടന്നിരുന്ന കാരക്കച്ചീള് തിന്നുകൊണ്ടൊരു ദിവസം മുഴുവിപ്പിച്ചിരുന്ന പാവപ്പെട്ട സ്വഹാബത്താണ് അഹ്ലു സുഫ. അള്ളാന്റെ റസൂൽ മദീന പള്ളിയുടെ പുറകിലൊരു പന്തല് കെട്ടി പാർപ്പിച്ച പാവങ്ങള്. ആ മുതഅല്ലിമീങ്ങളാണ് ശരിക്ക് പരിശുദ്ധത്തിന്റെ തുടക്കക്കാരായ ആളുകൾ. അവർ റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ച് പകർത്തിയ ദീനാണ് നമുക്ക് കിട്ടിയത്. ആ അഹ്ലു സുഫത്തിന്റെ പാരമ്പര്യമാണ് പള്ളി ദർസ്. വതിബാഉ മഖ്ദൂമീനഹും അഅ്ലാമു. മഹാന്മാരായ മഖ്ദൂമികൾ അതിന്റെ പിന്തുടർച്ചയാണ് കൊണ്ടുവന്നത്. അവരേറ്റവും വലിയ പണ്ഡിതന്മാരാണ്. ആ പാണ്ഡിത്യത്തിന്റെ ഗരിമയുള്ള മഖ്ദൂമി പാരമ്പര്യമുള്ള പള്ളി ദർസാണ് നമ്മൾ ഇവിടെയും നടത്തുന്നത്. ഈ ദർസെങ്ങാനും ശോഷിച്ചാൽ എന്തുവരുമെന്ന് പഠിക്കണം നിങ്ങൾ. പണ്ട് കാലത്ത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഉയർച്ച മുഴുവൻ ഇതിന്മലാണ്. സർ വില്യ ലോകൻ പറഞ്ഞു, പൊന്നാനിയിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ ദർസ് കണ്ടു. 24ഓളം ദർസിനെ കുറിച്ച് സർ വില്യ ലോകൻ പൊന്നാനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്ന ഇബ്നു ബത്തൂത്ത ഏഴിമലയിൽ മുത്തഅല്ലിമീങ്ങളെ കണ്ടുവെന്നും ദർസിൽ പോയി എന്നും മുത്തഅല്ലിമീങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചു എന്നും എഴുതി. പൊന്നാനിയിൽ വന്നപ്പോൾ പള്ളി ദർസ് കണ്ടു എന്ന് അദ്ദേഹം എഴുതി. പണ്ട് കാലത്തെ നമ്മുടെ ഉപ്പാപ്പമാർ കൊണ്ടു നടന്നിരുന്ന ദീനീ ചൈതന്യ മേഖലയാണത്. ഇന്ന് നിങ്ങൾ ചിന്തിക്കണം, യോഗ്യതയുള്ള മഹാപണ്ഡിതന്മാർ നമ്മളെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരാകുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിൽ ഇൽമ്, നിങ്ങൾ ശരിക്കും ഇൽമ് പഠിച്ച കൂട്ടരെ, ഖബ്ല അൻ യുഖ്ബല, ഇൽമിനെ പിടിക്കപ്പെടും മുമ്പ്. ഇൽമിനെ പടച്ചറബ് പിടിച്ചെടുക്കും, ഇൽമിനെ പടച്ചറബ് ഉയർത്തിക്കൊണ്ടുപോകും. വഖബുലുഹു, ഇൽമിനെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അൻ യദ്ഹബ അസ്ഹാബുഹു, ഇൽമ് പഠിച്ച നല്ല ആലിമീങ്ങൾ പോകലാണ്. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമത്തയുടെ പ്രസിഡന്റ് പോയി, അതിന്റെ മുന്നത്തെ പ്രസിഡന്റ് പോയി, മഹാനായ ചെറുശ്ശേരി ഉസ്താദ് സമത്തയുടെ ജനറൽ സെക്രട്ടറി പോയി. ചോദിച്ചാൽ ഉത്തരം പറയാൻ കെൽപ്പുള്ള പണ്ഡിതന്മാർ. ആ 3 പേരെയും വിലത്തി നോക്ക് നിങ്ങൾ. ചെറുശ്ശേരി ഉസ്താദിനോട് എന്ത് ചോദിച്ചാലും മറുപടിയാണ്, കൃത്യമായ മറുപടി. കുമരംപുത്തൂർ ഉസ്താദ് ഫിഖിൽ മുഹഖിഖുൽ ഉലമയാണ്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് വർഷങ്ങളോളം ദർസ് നടത്തിയ മഹാപണ്ഡിതനാണ്. ആത്മീയ ലോകത്ത് നമുക്ക് ദുആ ചെയ്യാൻ ഒന്ന് കയ്യ് പൊന്തിച്ചാൽ ഉത്തരം കിട്ടിയിരുന്ന മഹാൻ. സ്വന്തം ഭാര്യയ്ക്ക് ക്യാൻസറായിട്ട് അദ്ദേഹം ഇരുന്ന് ദുആ ചെയ്തിട്ട് ആ ക്യാൻസർ പോയി. ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടു. ചിന്തിക്കണം നിങ്ങൾ, ക്യാൻസറായിട്ട് 2 വർഷത്തോളം മാത്രമേ ജീവിക്കൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞ, അല്ലെങ്കിൽ അവധി പറഞ്ഞ ആള് ജീവിച്ചു, ഉസ്താദ് മരിച്ചു. ഉസ്താദിന്റെ ദുആ ആണ്. ചിന്തിക്കണം നിങ്ങൾ. ഈ രീതിയിൽ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ ഇവിടെ ജീവിച്ചു. അവർ ഓരോരു പോകുമ്പോ തത്തുല്യൻ പകരമില്ല, ഒരേ പകരക്കാര് വരുന്നില്ല. ഇൽമ ഉയർത്തപ്പെടുക എന്നാൽ അൻ യദ്ഹബ അസ്ഹാബുഹു എന്നൊരു ഹദീസിൽ ഇൽമിന്റെ ആളുകളെ പടച്ചറബ് കൊണ്ടുപോകലാണ്. മറ്റൊരു ഹദീസിൽ ഇൽമിനെ പടച്ചറബ് ഊരുക എന്ന് പറഞ്ഞാൽ ഇന്തിസാ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു, ഇൽമിനങ്ങട്ട് വലിച്ചൂറലല്ല, മറിച്ചോ വലാകിൻ ബിഖബ്ലിൽ ഉലമാ, ആലിമീങ്ങളെ പടച്ചറബ് റൂഹ് പിടിച്ചുകൊണ്ട് പോകലാണ്. അങ്ങനെ ഇൽമുള്ള മനുഷ്യൻ ഈ സമൂഹത്തിൽ ഇല്ലാതെ വരും. ഏറ്റവും പ്രധാനമായി മുസ്ലിം സമൂഹത്തിന്റെ സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയം. ആ വിഷയത്തിലൊരു ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ വെച്ച മോനെ എന്ന് ഫത്വ കൊടുക്കാൻ പറ്റുന്ന പണ്ഡിതനില്ലാത്ത വിധം മുതലെങ്ങനെ ഊരി വെക്കണമെന്ന് പോലും അറിയാതെ ഹറാമ് തിന്നേണ്ട വിധത്തിലേക്ക് കൗമ് പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
പറഞ്ഞു തരാൻ ആളുണ്ടാവൂല. എങ്ങനെയാണ് അനന്തര സ്വത്ത്? ഇസ്ലാമിൽ കുറച്ച് ബുദ്ധിമുട്ടിയ കണക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഇസ്ലാമിലെ അനന്തര സ്വത്ത് ഓഹരി കണക്ക് ശരിക്ക് കൂട്ടണമെങ്കിൽ നല്ല ബുദ്ധി വേണം. ഒരുവിധം ആൾക്കാർക്കൊന്നും പെട്ടെന്ന് ഓടൂല. അത് ഫറായിദിന്റെ മസല എത്ര പഠിച്ചാലും ശരി, കണക്കൂട്ടുമ്പോൾ പഴക്കും ചിലപ്പോ. എന്നാൽ അത് കൃത്യമായി പഠിച്ച പണ്ഡിതൻ കൃത്യമായിട്ട് തന്നെ പറയും, ഖുർആൻ പറഞ്ഞ കാര്യമല്ലേ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കുട്ടിക്ക് ശരിക്ക് ശറഈ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അധർമ്മം വളരും. ഹറാമിന്റെ പണം നമ്മളെ മക്കൾ കഴിച്ചാൽ ഹറാമ് വളരുന്ന ഉറപ്പല്ലേ. ഹറാമ് നമ്മളെ മക്കളിൽ സന്നിവേശിപ്പിക്കാതിരിക്കാനുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്യണം. അതാ ഞാൻ പറയുന്നത്. ഞാൻ ദീർഘിപ്പിച്ച് പറയില്ല. ഞാനൊരു 9 കഴിഞ്ഞാൽ അവസാനിപ്പിക്കും. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെ സുബഹിക്ക് പോകാനുണ്ട്. അവിടെ ഞാൻ നേരത്തെ ആരംഭിക്കുമെന്ന് കരുതി സംഘാടകരോട് പറഞ്ഞു വന്നത്. പക്ഷെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ സദസ്സും മജ്‌ലിസും പ്രവർത്തനമൊക്കെ കാണുമ്പോൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇവിടെ ശരിക്കും നമ്മൾ നമ്മുടെ കുട്ടിക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് ശരിക്കും മനസ്സിലാക്കണം. നമ്മളെ കുട്ടിക്ക് കൊടുക്കേണ്ട വിധം നമ്മൾ കൊടുക്കണം. നമ്മളെ കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞിനെ വളർത്തേണ്ട വിധം ശരിക്കും ദീന് കൊടുത്ത് വളർത്തിയാൽ ആ കുട്ടിക്ക് ഒരുപാട് ഗുണം കിട്ടും. ഞാനൊരു ചെറിയ ഉദാഹരണം വേണമെങ്കിൽ താരീഖ് എന്ന് പറഞ്ഞുതരാം. ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തിക്കൊണ്ട് ആ കുഞ്ഞിനെ സമൂഹത്തിന് സമർപ്പിക്കുമ്പോൾ ദർസിലൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഗുണത്രയെന്നറിയും. ഫറൂഖ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ചരിത്രം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ താബിഈങ്ങളുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഫറൂഖ് മദീനക്കാരനാണ്. അയാള് ആ കാലഘട്ടത്തിൽ ഒരുപാട് കാലം അടിമത്തം സഹിച്ച് റബീഉ ബിൻ സിയാദിന്റെ അടിമയായി ജീവിച്ച ആളാണ്. ആ കാലഘട്ടത്തിൽ അയാളെ കൊണ്ട് പണിയെടുപ്പിച്ച് അയാളെ ആരോഗ്യമൊക്കെ അതിന് വിനിയോഗിച്ച് അങ്ങനെ അയാൾക്ക് അവസാനം മോചനം കിട്ടി. യുദ്ധം മുതൽപ്പെട്ട കുറച്ച് സംഖ്യയൊക്കെ അയാൾക്ക് കിട്ടി, പണമൊക്കെ കിട്ടി. അങ്ങനെ ഒരു ദിവസം അയാൾ മദീനയിൽ വന്ന്, അയാൾ മോചിതനായി മദീനയിൽ വന്ന് ഒരു വിവാഹം കഴിച്ച് വീടൊക്കെ വെച്ച് നല്ല സുന്ദരമായിട്ട് താമസിക്കുകയാണ്. നല്ലൊരു വീടൊക്കെ വെച്ച് നല്ലൊരു മഹിള വിവാഹം ചെയ്ത് കുടുംബജീവിതം നമുക്ക് ആസ്വദിച്ചിങ്ങനെ കഴിയാം. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് സൈനിക സേവനത്തിന്റെ വിളിയാളം വന്നപ്പോ, അന്നൊക്കെ അങ്ങനെയാണ്, ഇസ്ലാമിക സൈന്യത്തിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടി ഖലീഫ ഉത്തരവ് പുറപ്പെടുവിക്കും. അപ്പൊ സൈനികത്തിൽ താല്പര്യമുള്ള ആളുകൾ അതിർത്തിയിൽ പോയിട്ട് അതിർത്തി രക്ഷാ സൈന്യങ്ങളൊക്കെയായി പ്രവർത്തിക്കും. അവര് ചിലര് നല്ലോണം പ്രവർത്തിച്ച് വിജയിച്ചു വരും. ചില ആളുകൾ ചിലപ്പോൾ യുദ്ധത്തിൽ ഷഹീദാവും. ഷഹീദായ ഷഹീദിന്റെ കൂലി ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്, പരിശുദ്ധ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടാണ്. ഖലീഫയുടെ നിർദ്ദേശപ്രകാരം പോകും. ഖലീഫ നിർദ്ദേശിച്ചിട്ട് ഇസ്ലാമിന്റെ അമീർ പറഞ്ഞിട്ട് സമരത്തിന് പോയി മരിച്ച ഷഹീദിന്റെ തർക്കമൊന്നുമില്ല. അങ്ങനെ സൈന്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഫറൂഖ് എന്ന് പറയുന്ന ഈ സുഹൃത്ത് തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹം തന്റെ ഭാര്യയോട് വിട പറയുന്ന ഒരു രംഗമുണ്ട്. തന്റെ ഭാര്യയോട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം താരീഖിന്റെ കിതാബിലുണ്ട്. ഭാര്യയുടെ കയ്യിൽ അദ്ദേഹം 30,000 ദീനാർ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, 30,000 ദീനാർ അയാളുടെ പഴയ കാലത്തുള്ള സമ്പാദ്യമാണ്. അതൊക്കെ പാടെ സമ്പാദ്യം മുഴുവൻ തന്റെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇന്നി ഖല്ലഫ്തു ലക 30,000 ദീനാർ. പെണ്ണെ, ഞാൻ നിന്റെ കയ്യിൽ ഇതാ 30,000 ദീനാർ തരുകയാണ്. ജമഅതുഹാ മിൻ ഒനാഇമിൽ അറബ്. അറബികളുടെ ഒനീമത്ത് സ്വത്തിൽ നിന്നും എനിക്ക് കിട്ടിയ പണമാണിത്. ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് ശ്രദ്ധിച്ചോ, കുടുംബിനികൾ ശ്രദ്ധിച്ചോ, മക്കളെ വളർത്തേണ്ടതിന്റെ ഗതിയാണ് ഈ പറയുന്നത്. നേരാവണ്ണം മദീനത്ത് നടന്ന ചരിത്രമാണ്. തന്റെ ഭാര്യയുടെ കയ്യിൽ 30,000 ദീനാർ കൊടുത്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, മോളെ, എന്റെ ആകെ സമ്പാദ്യമാണിത്. ഫസൂനിഹാ വസമ്മിരിഹാ, ഫസൂനിഹാ ഫസമ്മിരിഹാ. നീ ഇത് സൂക്ഷിക്കുകയും, സൂനിഹ സൂക്ഷിക്ക്, ഈ പൈസ വെച്ചോ. വസമ്മിരിഹ, സമ്മിർ എന്ന് പറഞ്ഞാൽ ഇസ്തിഥമാണെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഭാഷ റിയൽ എസ്റ്റേറ്റ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്തിട്ടോ കച്ചവടം ചെയ്തിട്ടോ ഈ പൈസ വർദ്ധിപ്പിക്കാൻ നോക്ക്. നിന്റെ കൂട്ടുകുടുംബാദികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വല്ല കച്ചവടം ചെയ്തിട്ടോ കൃഷി ചെയ്തിട്ടോ ഈ പൈസ ഒന്ന് വർദ്ധിപ്പിക്കുന്നീ. പൈസ വർദ്ധിപ്പിക്കാൻ 30,000 ദീനാറുണ്ടല്ലോ, കച്ചവടത്തിനുള്ള ലാഭം കിട്ടും. വഅംഫികി മിൻഹാ അലാ നഫ്സികി വവലദികി. വഅംഫികി മിൻഹാ, ആ കിട്ടുന്ന വരുമാനം കൊണ്ട് നീ ചെലവഴിച്ചോ. നിന്റെ മകനും നിനക്കും വേണ്ടി ചെലവഴിച്ചോ, എന്ത് വേണമെങ്കിലും ചെലവഴിച്ചോ. ഹത്താ അഊദ ഇലൈക സാലിമൻ ഗാനിമാ. പെണ്ണെ, ഞാൻ യുദ്ധഭൂമിയിൽ പോയി സാലിമായി ഓനിമായി, ഞാൻ ശരിക്കും യുദ്ധത്തിൽ വിജയിച്ച് ഇസ്ലാമിന് സേവനം ചെയ്ത് ഒനീമത്ത് സ്വത്തുമായി തിരിച്ചു വരുമ്പോ, അല്ലെങ്കിൽ എന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി സമരം ചെയ്ത നേട്ടവുമായി തിരിച്ചു വരുന്നത് വരെ നീ ഇത് കയ്യിൽ വെച്ചോ ചെയ്തോ. ഔ യർസുഖനി അല്ലാഹു ഷഹാദത്തല്ലതി യതമന്നാഹ, അതല്ലെങ്കിൽ പടച്ച റബ്ബ് എനിക്ക് വിധിക്കുന്ന ഷഹാദത്ത് ഞാൻ ഷഹീദായി എന്ന് കേൾക്കുന്നത് വരെ
അപ്പോഴും നിനക്ക് ഈ പണം നിന്റെ കയ്യിൽ വെക്കാം, ഉപയോഗിച്ച മോളെ നീ കണക്ക് വെച്ചാ മതി. സ്വന്തം ഭാര്യയെ 30,000 ദീനാർ ഏൽപ്പിച്ചുകൊണ്ട് കണക്ക് പറഞ്ഞ് അദ്ദേഹം പോയി. ഉമ്മമാര് ശ്രദ്ധിക്കണം. ഉപ്പ പോയപ്പോ ഈ ഉമ്മ കുട്ടിയെ ശരിക്ക് വളർത്താനുള്ള പ്രതിജ്ഞയോടുകൂടി ഗർഭം പൂർണ്ണമായി. ആ പെണ്ണ് പ്രസവിച്ചു നല്ലൊരു കുട്ടി. ആ കുട്ടിയെ ഈ പെണ്ണ് വളർത്തി എന്ന് മാത്രമല്ല വളർത്തി വലുതാക്കി. പരിശുദ്ധ മദീന പള്ളിയിലെ മുദരിസിന്റെ അടുത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ ഏൽപ്പിച്ചു. മുദരിസിന് പാരിതോഷികം കൊടുത്തു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് കുട്ടിനെ പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളെ ശിഷ്യനാക്കി. മദീനത്തെ പ്രമുഖനായ പണ്ഡിതൻ സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ. അതിനുശേഷം സലമത്ത് ബിൻ ദീനാറിന്റെ അടുത്ത് ഈ കുട്ടി ഓതി. മഹ്കൂൽ ഉശാമി തങ്ങളും ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് നോക്കണം നിങ്ങൾ. ആ കാലഘട്ടത്തിലെ പ്രോജ്വല പണ്ഡിതന്മാരുമായി കുഞ്ഞിനെ അടുപ്പിച്ചുകൊണ്ട് കുഞ്ഞിനെ ഇൽമിങ്ങനെ പഠിപ്പിച്ച് കുട്ടിയെ വലിയ പണ്ഡിതനാക്കി. ഈ കുട്ടി വളർന്ന് യുവാവായി. പരിശുദ്ധ മദീനയിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ. ഒരു ദിവസം അതാ ഇയാൾ സൈനിക സേവനം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. കുട്ടി ജനിച്ചപ്പോ ഇയാളില്ല. ഭാര്യ ഗർഭം ധരിച്ച സമയത്ത് 30,000 ദീനാർ കൊടുത്ത് പോയവനാണ്. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാ തിരിച്ചു വരുന്നത്. ഈ കുട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ അദ്ദേഹം മദീനത്ത് വന്നു. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അദ്ദേഹം പള്ളിയിൽ കയറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ആരും അയാൾ അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ്. ആളുകൾ ഇശാ കഴിഞ്ഞ് വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോ തന്റെ വീടിന്റെ അടയാളം അദ്ദേഹം ഉണ്ടാക്കിപ്പോയ വീടല്ലേ. എത്ര കാലമായാലും തന്റെ വീടും തന്റെ സ്വത്തുമൊക്കെ തിരിച്ചറിയും. അയാൾ തന്റെ വീടിന്റെ ഇടവഴിയിലൂടെ നീങ്ങി വീട്ടിലേക്ക് എത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്ന ഒരാൾ ഇപ്പോഴും കയറിപ്പോയിട്ടേ ഉള്ളൂ. ആ പള്ളിയിൽ നിന്ന് ഒരാൾ ഇപ്പോഴങ്ങോട്ട് കയറിപ്പോയതേ ഉള്ളൂ. ആ വാതിൽ തുറന്നു കിടക്കുന്നത് കൊണ്ട് ഇയാളും അധികാരത്തോടെ തന്റെ വീടെന്ന അധികാരത്തിൽ നേരെ കയറിച്ചു. തന്റെ വീടെന്ന അധികാരത്തിൽ നേരെ കയറി ചെന്നപ്പോ അരണ്ട വെളിച്ചത്തിൽ ആരോ വീട്ടിൽ കയറുന്നത് ഈ കുട്ടി കണ്ടു. രാത്രി 9 മണി 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ റൂമിൽ കയറി വരികയാണ്. സമ്മതം പോലും ചോദിക്കുക. ഈ കുട്ടി പിടിച്ച് പുറത്തേക്ക് തള്ളി. അയലോക്കക്കാരൊക്കെ വിളിച്ചു. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഒമ്പിച്ച ബഹളം. തന്റെ പിതാവാണെന്നറിയാതെ ഈ കുട്ടി ഇയാളെ തള്ളുകയാണ്. അയാൾക്കാണെങ്കിൽ എന്തിനൊന്ന് പറയാൻ അവസരം കൊടുക്കുന്നതിന് മുമ്പ് ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി ഒച്ചമ്പളി ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മളെ കള്ളനെ പിടിച്ചാൽ കള്ളനല്ല എന്ന് പറയാനും കൂടി നേരം ഉണ്ടാവില്ല. അടി കഴിഞ്ഞിട്ടുണ്ടാവും. ഇയാളാകെ ബഹളം വെച്ച് മുറ്റത്തൊരു വമ്പിച്ച ബഹളം രൂപപ്പെട്ടു. തൊട്ടടുത്ത വീടല്ല എല്ലാവരും കൂടി. ഈ ഭാര്യ അരണ്ട വെളിച്ചത്തിൽ എന്താണ് ഈ ബഹളം എന്നിങ്ങനെ നോക്കുമ്പോ ചെറിയ വെളിച്ചത്തിൽ ഈ മുഖം ശരിക്ക് കണ്ടു. എത്രയോ കൊല്ലം മുമ്പ് പിരിഞ്ഞു പോയ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഫറൂഖ്. പെണ്ണിന് സഹിച്ചില്ല. മകൻ ബാപ്പാനെയാണ് തടുക്കണത്. ആളുകൾ മുഴുവൻ എന്റെ ഭർത്താവിനെയാണ് മർദ്ദിക്കാൻ പോകുന്നത്. ആ ഉമ്മ അകത്തുനിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദഅ്ഹുയാ വലദീ ഇന്നഹു അബൂക്. ദഅ്ഹുയാ വലദീ, മോനെ വിടടാ. ഇന്നഹു അബൂക, അത് നിന്റെ ബാപ്പയാണ് കുഞ്ഞേ. ഈ വാക്ക് ഉമ്മാന്റെ വായിൽ നിന്ന് കേട്ട മാത്രയിൽ കുട്ടി കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഇൻസരിഫു യാ ഖൗം ബാറക്കല്ലാഹു അലൈക്കും. ഇൻസരിഫു യാ ഖൗം, ജനങ്ങളെ നിങ്ങൾ പിരിഞ്ഞു പോകണേ. ബാറക്കല്ലാഹു അലൈക്കും, പടച്ചറബ് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ഞാൻ വിളിച്ചപ്പോ വന്നല്ലോ, അന്ന് നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, പൊയ്ക്കോളി, ഇതെന്റെ പിതാവാണ്. കുട്ടിക്ക് സംഭവിച്ചതിൽ ഖേദം തോന്നി. അവിടെ ഒരു കാര്യം നമ്മൾ പഠിക്കണം ആണുങ്ങൾ. ഈ ഉമ്മ ഈ കുട്ടിക്ക് ബാപ്പാനെ കുറിച്ച് നല്ല സങ്കല്പം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. എടാ എന്റെ ബാപ്പ അന്നിട്ട് പോയി കാലത്തറയെന്നൊന്നും പറഞ്ഞിട്ടില്ല. ബാപ്പാനെ കുറിച്ച് നല്ല ചിന്തയെ കൊടുത്ത കുട്ടിക്ക് ബാപ്പാന്ന് കേട്ടപ്പോഴേക്കും മതിപ്പായി. മോനെ എന്നെ പോറ്റാനുള്ള സകല പൈസയും തന്നിട്ട് നമ്മുടെ ബാപ്പ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ പോയതാ, ബാപ്പ പുണ്യം നേടാൻ വേണ്ടി അതിർത്തിയിലേക്ക് ഷഹാദത്തിന് പോയതാന്നൊക്കെ പറഞ്ഞു കൊടുത്തുള്ളത്. ആ ബാപ്പ തിരിച്ചു വന്നപ്പോ കുട്ടിക്ക് വലിയ സന്തോഷമായി. ബാപ്പാനെ കുട്ടി റൂമിലേക്ക് കയറ്റിക്കൊണ്ടുപോയി ഉമ്മയുമായി സംസാരിച്ചിരിക്കാൻ അവസരം കൊടുത്ത് നേരം വരെ വൈകിയതുകൊണ്ട് കുട്ടി വേഗം കിടന്നുറങ്ങി. ഉമ്മയും ബാപ്പയും സംസാരിച്ചിരുന്നു. ഉമ്മയും ബാപ്പയും സംസാരിച്ചിരുന്നു. രാവിലെ കാണാനോ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഉമ്മാക്ക് എന്നോ ബാപ്പാനെ കാണാൻ ഇഷ്ടമുണ്ടാവും. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടട്ടെ. കുട്ടി സമ്മതിച്ചു. അങ്ങനെ ഈ ബഹുമാനപ്പെട്ട ഫറൂഖ് എന്ന് പറയുന്ന ഈ പടയാളി തന്റെ കുട്ടിയാണതെന്ന് മനസ്സിലാക്കി. പക്ഷെ കുട്ടീനെ ശരിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. ഭാര്യയോട് സംസാരിച്ചിരുന്നപ്പോ ഭാര്യയോട് ആദ്യം തന്നെ ചോദിച്ചു, നമ്മളൊക്കെ അങ്ങനെ കണക്ക് വയ്ക്കൂല വേഗം 4,000 ദീന, ഞാൻ ഒരു 4,000 ദീനാർ അയാളെ കൊണ്ടുവന്നിട്ടുണ്ട്. 4,000 ദീനാർ അയാളെ ഇപ്പൊ പോയിട്ട് അയാൾക്ക് കിട്ടിയ പൈസ ഒക്കെ പാടെ 4,000 ദീനാറിന്റെ സേവനത്തിന് കിട്ടിയതാ. ഈ 4,000 ദീനാറും കൂടി ഭാര്യന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പ് ഒരു 30,000 ദീനാർ തന്നിട്ടുണ്ട്.
ആ 30,000 ഈ 4,000 കൂട്ടിയിട്ട് നീ ആ പൈസ വർദ്ധിപ്പിച്ച് ചെലവൊക്കെ എടുത്തിട്ടുണ്ടാവും. എത്രയും ബാക്കിയുള്ളതെങ്കിൽ അതും ഇതും കൂട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കണം. ഇനി ഞാനിങ്ങോട്ടും പോണില്ല എന്നാണ്. ആയിക്കോട്ടെ, നിങ്ങൾ 30,000 ദിനാറിന്റെ കണക്കൊക്കെ ഞാൻ തരാം, നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞു. നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞു. അവര് സംസാരിച്ചിരുന്നു, കിടന്നുറങ്ങി. സുബൈ ബാങ്ക് വിളിച്ചു. അദ്ദേഹം എഴുന്നേറ്റു, റെഡിയായി, പള്ളിയിൽ പോകാൻ ഒരുങ്ങി, കുളിച്ചൊരുങ്ങി റെഡിയായി പോവാൻ. അദ്ദേഹം ചോദിച്ചു ഭാര്യയോട്, എവിടെ മോൻ എന്ന് ചോദിച്ചു. മോൻ എപ്പോഴോ പോയി. അങ്ങനെ നേരെ ചെന്നു. അദ്ദേഹം പള്ളിയിലേക്ക് നിസ്കാരം ആരംഭിക്കുന്നു. നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു. എല്ലാവരും ഖുർആൻ ഓത്തിലും ദിക്റിലും അല്പസമയം. അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും അത്യത്ഭുതകമായ സംഗതി അദ്ദേഹം കണ്ടു. ആളുകളൊക്കെ ഖുർആൻ ഓതി കഴിഞ്ഞ് ഖുർആൻ മടക്കി വെച്ച് വമ്പിച്ചൊരു ഹൽക്ക രൂപപ്പെടുകയാണ്. ഈ സദസ്സ് പോലെ എങ്ങനെ അയാൾ കണ്ട സംഭവം ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട് കിതാബില്. ഒരു മജ്ലിസിന്റെ, ഒരു ഷെയ്ഖിന്റെ മജ്ലിസിൽ ജനങ്ങളൊക്കെ പാടെ വട്ടം ചേർന്നിരിക്കുന്നു. ഹൽക്കത്തൻ ഇത്ര ഹൽക്കത്തിൻ, ഓരോരോ ഹൽക്കകളായിട്ട് കൂട്ടം കൂട്ടമായി ആളിങ്ങനെ വരികയാണ്. എത്രത്തോളം ലം യത്റുകൂ ഫി സാഹത്തി മൗത്തി അല്ലി ഖദമിൻ. ആ വാചകം നോക്കണം, താരീഖിലെ വാചകം. ലം യത്റുകൂ ഫി സാഹത്തി മൗത്തി അല്ലി ഖദമിൻ. കാലുകൊണ്ട് ഒന്ന് ചവിട്ടാൻ വരെ സ്ഥലമില്ലല്ലോ. പള്ളിന്റെ ഉള്ളാകെ നിറഞ്ഞ് കവിഞ്ഞു പോയി. നോക്കണം നിങ്ങൾ, പള്ളിന്റെ ഉള്ളാകെ നിറഞ്ഞ് കവിഞ്ഞു പോയി. ഷെയ്ഖ് ഒന്നിരുന്നു. ഇയാളിങ്ങനെ നോക്കി, പടച്ച തമ്പുരാനെ, ജനങ്ങളൊക്കെ പാടെ ഈ ഒരു ഷെയ്ഖിന്റെ മുമ്പിൽ നിന്നിട്ട് ഇത്ര വലിയൊരു ദർസ് കണ്ടിട്ടില്ല. ഇത്ര വലിയ ദർസ് കണ്ടിട്ടില്ല. നമ്മളെ പള്ളിയിലെ ഉസ്താദ് കുട്ടികളെടുത്ത് ദർസ് നടത്തുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുക, ജനങ്ങളിങ്ങനെ വട്ടം കൂടുക. താരീഖിലുള്ള സംഭവം കിട്ടുകതല്ലേ എന്ന് പറഞ്ഞു ഉമ്മമാര് കേട്ടോ. ഇയാളിതിങ്ങനെ കണ്ട് മൂക്കത്ത് വിരല് വെച്ചു പോയി. ഒരു ചെറുപ്പക്കാരൻ കുട്ടി, ആ കുട്ടിന്റെ ചുറ്റും ആൾക്കാരിങ്ങനെ വട്ടളഞ്ഞിരിക്കണം. എത്രത്തോളം ആ പള്ളിന്റെ ഉള്ളിൽ, മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ കാല് കുത്താൻ അവിടെ സ്ഥലം, ജനം നിറഞ്ഞുപോയി. ഇയാളപ്പം മെല്ലെ ഏറ്റവും ബാക്കിലേക്ക് ഒരാളെ തോണ്ടിട്ട് ചോദിച്ചു, മനി ഷെയ്ഖ് ആരാതെന്ന് ചോദിച്ചു. ആരാതെന്ന് ചോദിച്ചു. ചോദിക്കപ്പെട്ട ആള് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അവലസ്തമിൻ അഹ്ലിൽ മദീന, ഈ മദീനക്കാരനല്ല, ഈ എവിടുന്ന ചോദിച്ചു. അങ്ങനെയാണ് ചോദിക്കുക. ഈ നാട്ടിലെ ഒരു വലിയ കാരണവും ഇയാൾ ആരാന്ന് കുട്ടികളെ ചോദിച്ചാൽ ആ കുട്ടി ഇവിടുത്താനല്ലെന്ന് ഉറപ്പല്ലേ. അപ്പൊ മദീനക്ക് മുഴുവൻ പരിചയമുള്ള വലിയൊരു പണ്ഡിതനെന്ന് ഇയാൾക്ക് മനസ്സിലായി. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാനും നാട്ടുകാരനല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞുതരുമെന്ന് ചോദിച്ചു. അത് റബീഅത്തുർ റഅയാണ്. റബീഅത്തുർ റഅയോ. അപ്പൊ പറഞ്ഞു റബീഅത്തുർ റഅി എന്നാണ് പറയാ. അങ്ങനെ പറയാനുള്ള കാരണം, മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള്, സുഫിയാനു സൗരി തങ്ങള്, യഹ്യ ഇബ്നു സഈദുൽ അൻസാരി തങ്ങളെ പോലുള്ള മഹത്തുക്കള്, ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാര് എന്തെങ്കിലുമൊക്കെ സംശയം വന്നാൽ ഈ കുട്ടിന്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് ആ കുട്ടി പറയുന്ന അഭിപ്രായം അവർ സ്വീകരിക്കും. അതാണ് റഅി, അഭിപ്രായം. റബീഅത്തുർ റഅയി ശരിക്കുള്ള പേര് റബീഅത്ത് ഇബ്നു ഫറൂഖ് എന്നാണ്. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി, റബീഅത്ത് ഇബ്നു ഫറൂഖ്. ഫറൂഖ് ഇയാളെ വരാ. അപ്പോൾ ഇയാൾക്ക് തിരിഞ്ഞില്ല. അത്ര വലിയ കുട്ടിയൊന്നും ബാഗുണ്ടാവില്ലല്ലോ. അയാൾ അപ്പം തന്നെ ചോദിച്ചു, ഇയാളെ പിതാവ് എവിടെ? അയാളെ പിതാവ് എവിടെയോ പോയതാ അറിയില്ല, വല്ല പട്ടാള സേവനത്തിനോ മറ്റൊക്കെ പോയിന്ന് കേൾക്കുന്നു. ചിലര് പറഞ്ഞു അതിർത്തിയിൽ മരിച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അയാളെ കണ്ടിട്ടില്ല. ഇന്നലെ രാത്രി അയാളെ വീട്ടിൽ എന്തോ ഒരു ബഹളമൊക്കെ ഉണ്ടായിന്ന് കേട്ടു. വേറൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇയാൾക്ക് ശരിക്കും മനസ്സിലായി ഇത് തന്റെ കുട്ടിയാണെന്ന് അയാൾക്ക് ബോധ്യായി. ഈ ഷെയ്ഖ് തന്റെ കുട്ടിയെന്ന് ബോധ്യായി. റബീഅത്ത് ഇബ്നു ഫറൂഖ് എന്ന പറച്ചിലും ഈ വിവരണവുമായപ്പോൾ അയാൾക്ക് തിരിഞ്ഞു. കുട്ടീന്റെ മുഖത്തേക്ക് നോക്കി കുറച്ചു നേരം. സന്തോഷം കൊണ്ട് അയാൾക്കവിടെ നിൽക്കാൻ പറ്റിയില്ല. അയാൾ വെച്ച് പിടിച്ച് വീട്ടിൽ ഓടി. തരകരുണ്ട്. വീട്ടിൽ ഓടി ചെന്ന് ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞെന്താ അറിയോ? ലഖദ് റഅയ്തു വലദനാ റബീഅത ഫീ മഖാമിൻ മിനൽ ഇൽമി വശറഫി വൽ മജ്ദ്. പെണ്ണേ, എന്റെ മകൻ, നമ്മുടെ പ്രിയപ്പെട്ട മകൻ റബീഅത്തിനെ ഞാൻ കണ്ടു. ആ റബീഅത്തിനെ ഞാൻ കണ്ട കാഴ്ച നിനക്കറിയുമോ? ആ കുട്ടി ഫീ മഖാമിൻ മിനൽ ഇൽമി വശറഫി വൽ മജ്ദ്, എന്തോ ഒരു മഹത്വമേറിയ, എന്തോ ഒരു ഇൽമുള്ള, എത്രമാത്രം മഹത്വമുള്ള പദവിയിലാണ് നമ്മുടെ മോനെന്ന് നിനക്കറിയുമോ? മാ റഅയ്തുഹു ലി അഹദിൻ മിൻ ഖബൽ, മുമ്പ് ഞാൻ ഇങ്ങനത്തെ പദവി വഹിച്ച ഒരു മഹാനെ, ഇത്ര ആള് കൂടുന്ന ഒരു പണ്ഡിതനെ ഞാൻ കണ്ടിട്ടില്ല മോളെ. ഭാര്യയോട് പറയാൻ. പെണ്ണുങ്ങൾ ആന വളവത്തിയാളാണല്ലോ. അപ്പൊ വെച്ച് പെണ്ണുങ്ങൾ ചോദിച്ചു, അയ്യുമാ അഹബുയിലേക്ക് 30 അൽഫ ദീനാർ, നിങ്ങൾക്ക് നിങ്ങളെ 30,000 ദീനാറാണോ വലുത്? അതിന്റെ കണക്കാണോ ഒപ്പം വേണ്ടത്? അതോ അം ഹാദല്ലദീ ബലഹു വലദക മിനൽ ഇൽമി വശറഫ്, ഈ കുട്ടി ഇത്ര വലിയ പദവിയിലെത്തിയതാ, ഏതാ നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചു. കുറിക്കണ് വെച്ചു കൊടുത്തു. കാരണം ഈ 30,000 റുപ്യൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ കുട്ടിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു പെണ്ണ്. അപ്പൊ അദ്ദേഹം മനസ്സ് തുറന്ന് ബൽ
വല്ലാഹി ആദാ അഹബ്ബു ഇലയ്യ, പടച്ചോനാണ് ഇതല്ലേ എനിക്കിഷ്ടം, എന്തിനാ 30,000 ദീനാർ, ഇതിലപ്പുറം എനിക്ക് എന്താ വേണ്ടത്? വ അഫ്ളലു ഇൻദീ മിൻ മാലി ദുനിയ കുല്ലിഹി, ദുന്യാവിലെ മുഴുവൻ സമ്പാദ്യത്തെക്കാളും എനിക്ക് ഇഷ്ടമുള്ളത് ഈ കുട്ടി എത്തിപ്പെട്ട പ്രതലമാണ്, ഈ കുട്ടി എത്തിപ്പെട്ട സ്ഥലമാണ്, അഥവാ അത്ര വലിയ മഹത്വമാണ് നമ്മുടെ കുട്ടി എത്തിയത്. അള്ളാഹുവേ എനിക്ക് അത് മതി എന്ന് അയാൾ പറഞ്ഞു. അയാൾക്ക് കണക്ക് വേണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതാണ് ശരിക്കും ഒരു കുട്ടി നല്ല ദീനിയായ മേഖല ഉയർന്നു വരുമ്പോൾ വാപ്പാക്കുണ്ടാകുന്നത്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനാണ് പഠിപ്പിക്കുന്നത്. ഒരു മാതാവ്, ഒരു പിതാവ്, ഒരു ബന്ധപ്പെട്ടയാൾ തന്റെ കുട്ടി നല്ല ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ കുട്ടിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്നിവേശിപ്പിച്ചുള്ള ദീനുണ്ടല്ലോ, ആ ദീന് ആ കുട്ടി എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നത്, ആ കുട്ടി നല്ല മുത്തക്കിയായ കുട്ടിയാകുന്നത് ബാപ്പാനെ സന്തോഷിപ്പിക്കും, ഉമ്മാനെ സന്തോഷിപ്പിക്കും. അത് വല്ലാത്തൊരു അത്ഭുതകരമായ മാറ്റം അവിടെ വരുത്തും. നമ്മളെ കുട്ടിയാണ് ആ പദവിയിൽ എത്തിയതെങ്കിൽ എന്താ അത്ഭുതങ്ങൾ അറിയോ? ആലിം ആ പദവി കണ്ടെത്തിയാൽ എല്ലാവരും ബഹുമാനിക്കും. രാജാവിനേക്കാൾ വലിയ പദവിയായിരിക്കും. ഇൽമിന്റെ പദവി എത്ര വലുതാ! ഇന്നല്ലാം ആ വാചകം നോക്കുന്ന ഇന്നല്ലാം ഇന്നൽ അമീർ, ഒരു ഭരണാധികാരി, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, വ ഇൻ മിൻ അഅ്ളമിൽ ഉമറാ, എത്ര വലിയ ചക്രവർത്തിയാണെങ്കിലും ശരി, രാജാവാണെങ്കിലും ശരി, അയാളെ കൽപ്പന ലം യജ്രി, നടക്കൂല, ഇല്ലാ ഫീ റഅയാഹു, അയാളെ പ്രജകളിലല്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ട്രംപ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേ നടക്കുള്ളൂ, മോഡി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലേ നടക്കുള്ളൂ, പുറത്ത് നടക്കൂല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശരിക്കും നമ്മളെ നാട്ടിൽ ഒരു ഭരണാധികാരി നാടിന്റെ അതിർത്തിക്ക് അപ്പുറത്തൊന്നുമല്ല. എന്താ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു പറഞ്ഞാലോ, അത് അമേരിക്കയിലുള്ള മോമിനും ഇന്ത്യയിലുള്ള ആൾക്കും ലോകത്ത് എവിടെയുള്ള ആൾക്കും ഒരുപോലെയാണ്. ആലിമിന്റെ വാക്കിന് പരിധിയില്ല. അതാണ് ഇൽമുള്ള മനുഷ്യന്റെ ഇൽമുണ്ടല്ലോ, ആലിമായൊരു മനുഷ്യന്റെ തീരുമാനം ലിമൻ തഹത സമാഇ സകനൂന, ലിമൻ തഹത സമാഇ സകനു, ആകാശത്തിന്റെ താഴെ താമസിക്കുന്ന ആളുകൾക്ക്, ആകാശത്തിന്റെ താഴെ താമസിക്കുന്ന ആളുകൾ ആരാണെങ്കിലും ശരി, തഹത സമാ സകനു തജ്രീ കവഖഇലിയാ ശംസിൻ ഖലായാഹു, അയാളെ തീരുമാനം സൂര്യപ്രകാശം പോലെ ഫലിക്കുന്ന, സൂര്യന്റെ പ്രകാശം എല്ലായിടത്തും ഒരുപോലെ ഫലിക്കും എന്നമാതിരി പണ്ഡിതന്റെ തീരുമാനം ഫലിക്കും. ഒരു ആലിമിന്റെ പദവിയാണ് പറഞ്ഞത്, ഇൽമുള്ള ഒരു മനുഷ്യന്റെ പദവിയാണ് പറയുന്നത്. അങ്ങനത്തെ ആലിമിനെ വാർത്തെടുക്കുന്ന പ്രവർത്തനം നമ്മൾ ഊർജിതപ്പെടുത്തിയാൽ അധർമ്മം തകരും, ഇല്ലെങ്കിൽ അധർമ്മം വളരും. ഇത് ശരിക്കും പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ ഹൗഫ് ഉണ്ടാക്കാൻ ആലിമിനെ കഴിയുള്ളൂ. നമ്മളെ പഴയ കാലത്തെ കാരണന്മാർക്കൊക്കെ മനസ്സിൽ നല്ല ഹൗഫാണെന്താ, ആലിമീങ്ങൾ ശരിക്കും വാഴ്ന്നാണ് പറഞ്ഞിട്ടുണ്ടായതാണ്. വാഴ്ന്നാണ് പറഞ്ഞ ആയത്തോതിയാണ് പറഞ്ഞ കരയിരുന്നിട്ട് ഇരുന്നിട്ടാണ് കരയും. നേരെ മറിച്ച് ഇന്ന് കരയില്ലല്ലോ. എന്താ കാരണം? പറയുന്നവർക്കും അത്രയേ ഉള്ളൂ, കേൾക്കുന്നവർക്കും അത്രയേ ഉള്ളൂ. അതതിന്റെ കാര്യം. രണ്ടുകൂട്ടരും കണക്കാ. പണ്ടങ്ങനല്ല, പറയുന്ന ആലിമിന്റെ കൽബിന്റെ ഉള്ളെന്നാണ് അയാൾ പറയാ. ആ ഉള്ളെന്ന് പറയുമ്പോ മിനൽ കൽബ് ഇരൽ കൽബാണ്, കേൾക്കുമ്പോൾ തട്ടും. ഇന്നിപ്പോ നമ്മളിങ്ങനെ പറയാന്നേ ഉള്ളൂ, മൈക്കിന്റെ ശബ്ദത്തിനനുസരിച്ച് ഒച്ചിട്ട് പറയാന്നല്ലാതെ അത് കൽബ് കിടക്കണ്ടേ. എന്താ കാരണം? ശോഷിച്ചു, എല്ലാം പോയി. പറയുന്നവരും കണക്കാണ്, കേൾക്കുന്നവരും കണക്കാ. ആ ഒരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളുമായി പോയി. നമ്മളെ കൽബിന്റെ ഉള്ളിൽ ആദ്യം കുറച്ച് പേടി വേണം പഠിച്ചോനെ. അപ്പോഴേ ധർമ്മം വളരൂ. ധർമ്മം എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാവൂലത്. അള്ളാഹിനെ പേടിയില്ലെങ്കിൽ ഒരു സംഗതി നടക്കൂല കൂട്ടരെ. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശരിക്കും നമ്മൾ പള്ളിയെ സ്നേഹിക്കും പോലെ പള്ളി ദർശനം സ്നേഹിക്കുക, ഇൽമിനെ സ്നേഹിക്കുക, മുത്താലിമികളെ സ്നേഹിക്കുക. അതുകൊണ്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി ഒന്നും വേണ്ട, നിങ്ങളവിടെ ദർസ് ഇറക്കേണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ദർസ് ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ വൈകുന്നേരം ദർസിലെന്ന് പോയിക്കൊണ്ടു. മഗ്‌രിബിന്റെ ശേഷം നിസ്കാരവും റവാത്തിബും കഴിഞ്ഞ് കുട്ടികൾ ഇരുന്നിട്ട് ഒരു ബെയ്ത്ത് നിങ്ങൾ കിട്ടുന്നുണ്ടാവും. ആ ബെയ്ത്ത് എവിടെ ചെല്ലുന്നോ അതിന്റെ ഗുണം നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട്. ചോറ് കൊടുക്കുന്ന അമ്മമാരുണ്ടാവും ഇവിടെ, ഉസ്താദിന് പാത്രത്തിലാക്കി കൊണ്ടുപോയി കൊടുക്കുന്ന അമ്മമാരുണ്ടാവും. അത് കുട്ടികൾ വന്ന് കൊണ്ടുപോകും. ഈ മുത്താലിമീങ്ങളും നിങ്ങളും ഒരു കുടുംബം പോലെയാണ്.
എന്നിട്ട് ഈ കുട്ടികളെ ദിവസം പള്ളി എന്നിട്ട് പാടുകയാണെന്താ? മഹാന്മാരുണ്ടാക്കി വെച്ച ഞാനൊക്കെ പള്ളി ദർസിൽ, ഞങ്ങളെ പള്ളി ദർസിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഓതിയതാ. ഞങ്ങളൊക്കെ ഇരുന്നിട്ട് ഉത്സാഹം ചെല്ലാൻ പറയാം. ബെയ്ത്തൊന്നും ചെല്ലണം. വഗ്ഫിർലനാ സിയമൻ ലിൽവാലിദീന വമൻ കാനൂലന വലിഹാദ ദർസി അഅ്വാനാ. ബെയ്ത്ത് ഇങ്ങനെ ചൊല്ലും. അല്ലെങ്കിൽ ഇതിന് തുല്യമായ ബെയ്ത്തുണ്ടാവും. ബെയ്ത്ത് പള്ളിയിൽ ഉറപ്പാ ഉണ്ടാവില്ലേ? ഇല്ലേ രാജു? വാക്കില്ലേ? ഉണ്ടാവുമല്ലോ. തുല്യമായ ബെയ്ത്തുണ്ടാവും. ആ ബെയ്ത്ത് ഇങ്ങനെ ചൊല്ലിട്ട് എന്താ പറയുക? വാക്കിന്റെ അർത്ഥം എന്താ? വഗ്ഫിർ ലനാ സിയമൻ ലിൽവാലിദീന വമൻ. വഗ്ഫിർ ലനാ, പടച്ചവനെ പുറത്തു തരണേ, സിയമൻ ലിൽവാലിദീൻ, ഞങ്ങളെ മാതാപിതാക്കൾക്കും, വമൻ, ഒരു കൂട്ടർക്കും. ആരാണവർ? കാനൂലനാ വലിഹാദ ദർസി അഅ്വാനാ. പടച്ചോനെ, ഞങ്ങളെ ഈ ദർസിനെ സഹായിക്കുന്നവർക്ക് നീ കൊടുക്കണേ, പുണ്യം പുറത്തു കൊടുക്കണേ. പിന്നെയും അവർ പറയുകയാണ് മുതഅല്ലിമീങ്ങൾ, വഗ്ഫിർ ലിമൻ ദുഫിനു ഫീ ഹൗലി മസ്ജിദിനാ. നമ്മൾ കൊണ്ടുപോയി നമ്മളെ വാപ്പാനെ പള്ളിക്കാട്ടിലിട്ട് പോന്നു. നമ്മളൊരു പക്ഷേ വെള്ളിയാഴ്ച പോലും വാപ്പാന്റെ കബറങ്ങ ചെന്നുകൊണ്ട് ദ്വാരക്കാറുണ്ടാവൂല. ഒരു വെള്ളിയാഴ്ച രാവ് വരുമ്പോ വാപ്പാക്കൊരു ഫാത്തിഹ ഓതാറുണ്ടാവൂല. പക്ഷെ നമ്മളെ പള്ളിയിൽ നമ്മൾ ചെലവ് കൊടുത്ത് പോറ്റും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുണ്ടല്ലോ, അവര് ദിവസം വെള്ളിയെന്നോ ശനിയെന്നോ ഒന്നുമില്ല, ദർസുള്ള ദിവസം മുഴുവൻ പള്ളിയിൽ വെച്ച് ദർസ് തുടങ്ങുമ്പോ ഓതും വഗ്ഫിർ ലിമൻ ദുഫിനു ഫീ ഹൗലി മസ്ജിദിനാ. പടച്ചോനെ, ഞങ്ങളെ പള്ളിന്റെ ചുറ്റുവട്ടത്ത് മറവിട്ട് കിടക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ. വഗ്ഫിർ ലനാ വലഹും ഫഅൻത മൗലാനാ. പടച്ചോനെ, നീ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ, ഞങ്ങൾക്കും പുറത്തു തരണേ. ദിവസേന നിങ്ങൾക്ക് നിങ്ങളെ മക്കൾ ചിലപ്പോൾ ദ്വാരക്കലുണ്ടാവൂല. സ്വന്തം മക്കൾ ദുആ ചെയ്യാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ ദുആ കിട്ടുമ്പോൾ അതിന്റെ ഗൗരവം നോക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനി മുതഅല്ലിമീങ്ങളെ കൊണ്ട് ഒരു സമൂഹത്തിന് നൽകുന്ന ഗുണം, ആ മുതഅല്ലിമിനെ പോറ്റുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഖൈറ് സ്വന്തം മക്കളെ കൊണ്ട് കിട്ടാത്ത ഇവർക്ക്. പക്ഷെ എന്നാലും നമുക്കതിന് മനസ്സിൽ ലയിക്കണില്ല. ഇപ്പൊ ഒരു കണക്ക് പ്രകാരം പള്ളി ദർസിനെ ശോഷിച്ചു വരിക 2 വർഷം മുമ്പത്തെ ഒരു കണക്കിന്റെ കയ്യിലുണ്ട്. ഗവേഷണം നടത്തി ചില തയ്യാറാക്കിയതാ. നമ്മുടെ 1109 മുദരിസുമാർ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അന്നത്തെ കണക്ക് 31,721 വിദ്യാർത്ഥികൾ, 31,721 വിദ്യാർത്ഥികളും 1109 മുദരിസുമാരും. അതിൽ 545 ദർസും മലപ്പുറം ജില്ലയിലാണ്. 545 ദർസും മലപ്പുറം ജില്ലയിലാണ്. അതിൽ 22,301 കുട്ടികളുണ്ട്. അവ മൊത്തം ദർസിന്റെ നേർപകുതി നമ്മുടെ ജില്ലയിലാണ്. മറ്റു ജില്ലകളെ അതിന് അനുബന്ധമുള്ളൂ. പക്ഷെ ദർസ് ശോഷിക്കുമ്പോൾ സമാനമായി അറബി കോളേജ് സിസ്റ്റം വളരുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അറബി കോളേജിന്റെ സിസ്റ്റവും ദർസിന്റെ സിസ്റ്റവും രണ്ടാണ്. അറബി കോളേജ് സിസ്റ്റത്തെക്കാൾ പള്ളി ദർസിന് ചില പ്രത്യേകതകളുണ്ട്. ഇൽമിൽ റുസൂഖ് ഉണ്ടാവും. 1, 2 ഉസ്താദ് കുട്ടികൾക്ക് കൊടുക്കുന്ന തെർബിയത്ത്, ആ പേഴ്സണൽ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു തെർബിയത്തുണ്ട്. വൈയക്തികമായ സമീപനം ഓരോ കുട്ടിയോടും. അത് ശരിക്ക് പ്രകടിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട്. ഇപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഭൗതിക കലാലയങ്ങളിലൊക്കെ കുട്ടികളുടെ എണ്ണം എത്ര കുറക്കാൻ കഴിയുന്നുവോ അത്രയും കുറച്ച് കുട്ടികൾക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ കെയർ കൊടുക്കണം എന്നാണ് പറയുന്നത്. റഹീമൊക്കെ ഇരിപ്പുണ്ട്, മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ട്രെയിനിയാണ്. എന്നെക്കാളേറെ ആ കാര്യത്തെക്കുറിച്ചൊക്കെ അവർക്കറിയാം. അപ്പൊ ആ മോട്ടിവേഷൻ കൊടുക്കുന്ന ട്രെയിനീസും അതുപോലെ തന്നെ കുട്ടികളെ ബൂസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നതാണത്. എന്നാൽ അവർ ഇന്ന് പറയുന്നത് പണ്ടേ ചെയ്തു വരുന്ന മേഖലയാണ് പള്ളി ദർസ്. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ കെയർ കൊടുക്കും. ആ കുട്ടിയോട് കുത്തുബോധിക്കും, ഇമാമത്ത് എടുത്തുക്കും, ആ കുട്ടിക്ക് സമാജത്തിൽ പ്രസംഗിക്കാൻ അവസരം കൊടുക്കും, കയ്യെഴുത്ത് മാസികയിൽ എഴുതിക്കും. സകല കലാ വല്ലഭനാക്കിയിട്ട് ഒരാളെ പുറത്തു വിടുന്നത്. വളരാനുള്ള എല്ലാ മേഖലയും പള്ളി ദർസിലിന്റെ ഉസ്താദ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾ അതിനനുസരിച്ച് ഉയർന്നാൽ മതി. വലിയ മേഖലയാണത്. പുറത്ത് കോളേജിൽ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ കെയർ കൊടുക്കാൻ പറ്റൂല. അവിടെ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരാന്നല്ലാതെ ഇവിടെ അങ്ങനെയല്ല. ഉസ്താദ് താല്പര്യം ഉണ്ടാക്കി കൊടുക്കും. കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കുത്തുബോധാൻ അറിഞ്ഞോളണമെന്നില്ല. കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇമാമത്തിൽക്കാൻ അറിഞ്ഞോളാം. അത് ദർസിന്ന് പഠിച്ചിട്ട് തന്നെ പോകണം. അതിന് ഉസ്താദ് മെഹ്റാബ് സജ്ജമാക്കി കൊടുക്കും, മെമ്പർ സജ്ജമാക്കി കൊടുക്കും, ഉസ്താദ് തെറ്റ് പറഞ്ഞു കൊടുക്കും. അതൊരു തെർബിയത്താണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞത് പള്ളി ദർസിനെ കുറിച്ച് പറയണമെന്ന് എന്നോട് സൂചിപ്പിച്ചോണ്ടാ, വിഷയം വേറെ പറയാനില്ലാത്തോടല്ല. അവിടെ ശരിക്കും നമ്മൾ ഈ മേഖലയിൽ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഹയാത്താക്കുന്ന പ്രവർത്തനമാണ്. ഒരുപാട് വെല്ലുകളിൽ മുസ്ലിങ്ങൾ നേരിടുമ്പോൾ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ ഏക മാർഗം ഇതാ. ആ മാർഗത്തിൽ ശരിക്ക് ദീനിയായ ചൈതന്യധന്യമായ പ്രവർത്തനം നടത്താൻ
നമ്മുടെ നാട്ടിൽ ഒരു നല്ല പള്ളി ദർസുള്ളത് ഒരു മഹാ അനുഗ്രഹമാണ്. പടച്ച റബ്ബ് അത് നിലനിർത്തി തെരുമാറാവട്ടെ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നാളെയും പരിപാടിയുണ്ട്. ഇത്രയും ആളുകൾ വർണ്ണ മനോഹരമായി ചടങ്ങ് ഭംഗിയാക്കാൻ വന്നതിൽ വല്ലാത്ത സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടേതായ പങ്ക് വഹിച്ചുകൊണ്ട് നമ്മുടെ പള്ളി ദർസിന്റെ പരിപോഷണത്തിന് വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതിന് സംഭാവന കൊടുത്തിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടാവും. എല്ലാവരുടെയും സേവനം റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറായ അമലായി പരിഗണിക്കുമാറാവട്ടെ. ഒന്ന് എഴുന്നേറ്റൊരു 10 സ്വലാത്ത് ഭംഗിയായി ചെല്ലിയാൽ നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാമായിരുന്നു. നല്ല വണ്ണം ഭംഗിയായിട്ട് ഞാൻ ചെല്ലിച്ചിട്ട് ചെല്ലുന്ന മാതിരി ചെല്ലണ്ട. നിങ്ങൾ സ്വയം മനസ്സിൽ നിന്ന് ഉത്ഭൂതമായി ചെല്ലുകയാണെങ്കിൽ മാത്രം മതി. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.